അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലെ ചില വാക്യങ്ങളാണ് നമ്മൾ ഹല്ലേലൂയ ചിന്തിക്കുന്നത്. ആമേൻ. കുറിവാക്യമായി 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വേദപുസ്തകങ്ങൾ എല്ലാവരും തുറന്ന് അപ്പോസ്തല പ്രവൃത്തികൾ മാറ്റരുത്. തുടർമാനമായി അതിനകത്തുനിന്ന് തന്നെയാണ് നമ്മൾ ഹല്ലേലൂയ വാക്യങ്ങൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആമേൻ പുസ്തകമുള്ള എല്ലാവരും ഒന്ന് തുറന്ന് ആമേൻ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 1 മുതൽ 3 വരെ പ്രിയ സഹോദരി ശബ്ദമുയർത്തി വായിക്കുമ്പോൾ പുസ്തകം എടുത്ത് തുറന്ന് എല്ലാവരും ആ വാക്യങ്ങളെ നോക്കിയാട്ടെ. അതുപോലെ ചില വാക്യങ്ങൾ തുടർന്ന് നമ്മൾ എടുക്കുമ്പോൾ അത് ഹല്ലേലൂയ അനുഗ്രഹമായി തീരണം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവർ പത്രോസിനെ പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. മതി. സുപരിചിതമായ വേദഭാഗമാണ്, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഹല്ലേലൂയ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പിരിയുന്നതാണ് വചന ശുശ്രൂഷയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ ഹല്ലേലൂയ ആ കാലത്ത് ഹെരോദാവ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആ വാക്യങ്ങൾ എത്ര കണ്ട് വിശദീകരിക്കാൻ ആമേൻ ആവശ്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പിടിക്കേണ്ടതിന് കൈനീട്ടി എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം. നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കർത്താവ് രക്തത്താൽ സമ്പാദിച്ച ദൈവസഭ, ക്രിസ്തു തലയായ ആമേൻ നമ്മൾ ശരീരമായിരിക്കുന്ന സഭ എന്നൊക്കെ പറയുമ്പോൾ അതേ സഭ, ആ സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് ശത്രു കൈനീട്ടി എന്നാ വായിച്ചത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയാം. അത് മനസ്സിലാക്കി വേണം നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പണിയാനായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ചിന്തകൾ അത് വളരെ വിലപ്പെട്ടതാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകരുത്. ശക്തമായി പോരാടണം എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവ സഭയിലേക്ക് ശത്രു കൈനീട്ടി. ദൈവ സഭയിലേക്ക് ദൈവത്തിന്റെ താൻ രക്തത്താൽ സമ്പാദിച്ച ദൈവ സഭയിലേക്ക് ആമേൻ ശത്രു കൈനീട്ടി. അതിനകത്തൊരു അഭിഷക്തനെ പിടിച്ചു വാളുകൊണ്ട് കൊന്നു എന്ന് പറയുമ്പോൾ ദൈവസഭയാണ് നമ്മൾ. ഞാൻ എപ്പോഴും പറയും, ഞാനും നിങ്ങളുമാണ് സഭ. ഈ 4 ചുവരുകൾക്കപ്പുറം നമ്മളാണ് ദൈവത്തിന്റെ സഭ. അങ്ങനെ ദൈവം പണിത ഈ സഭയും ഹല്ലേലൂയ കാര്യഗൗരവത്തോടെ ഈ ദൂത് എടുക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുക, വളരെ ഗൗരവത്തോടെ. അപ്പൊ ഒന്നാമത്തെ ചിന്ത വരണം, അങ്ങനെ കർത്താവ് ശിരസായി അഭിഷേകം പ്രാപിച്ച് ഇത്രയും പ്രാർത്ഥിച്ച് ഇത്രയും ഉപവസിച്ച് ഇങ്ങനെ പോകുന്ന സഭയ്ക്കകത്തേക്ക് ശത്രു കൈ നീട്ടുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ കൈ നീട്ടിയെന്നല്ല, ഒരു അഭിഷക്തനെ പിടിച്ചെന്ത് ചെയ്തു? ഹല്ലേലൂയ കൊന്നുകളഞ്ഞു. ആ കാലത്ത് ഈ 2 ചിന്തയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ആ കാലത്ത് ആമേൻ സ്തോത്രം ഹെരോദാവ് സഭയെ ആമേൻ സ്തോത്രം സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. സ്തോത്രം. അപ്പൊ ഇത് ഹല്ലേലൂയ യഹൂദന്മാർക്ക് പ്രസാദമായി. അതുകൊണ്ട് പത്രോസിനെയും പിടിച്ചു. ഈ സമയത്ത് ഹല്ലേലൂയ എന്നെ ശ്രദ്ധിക്കണമേ, ഈ സമയത്ത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രസംഗം ഇത് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളായതുകൊണ്ട് ഒന്നും തോന്നത്തില്ല. പക്ഷെ നമ്മൾ ഹല്ലേലൂയ അതനുസരിച്ച് നമ്മളുടെ സഭ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുമ്പിലേക്ക് പോകുന്നു എന്ന് ഒന്ന് പരിശോധിക്കണം. ദൈവസഭയിൽ ആരാധിച്ച അല്ലെങ്കിൽ ദൈവസഭയുടെ ശുശ്രൂഷകനായിരുന്ന പ്രാർത്ഥന വീരനായിരുന്ന യാക്കോബിനെ കൊന്നപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, സഭയ്ക്കെതിരെ ശത്രു തിരിഞ്ഞാൽ പ്രതികരിക്കേണ്ടത് ദൈവത്തിന്റെ സഭയാ. സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സഹോദരന്മാരെ, സഭയ്ക്കെതിരെ ശത്രു തിരിഞ്ഞാൽ, സഭയ്ക്കെതിരെ ശത്രു കൈനീട്ടിയാൽ പ്രതികരിക്കേണ്ടത് രാഷ്ട്രീയക്കാരല്ല, പ്രതികരിക്കേണ്ടത് മറ്റാരുമല്ല, ദൈവസഭയാ പ്രതികരിക്കേണ്ടേ. ആമേൻ. ഇവിടെ ആ ജനം പ്രതികരിച്ചു. പക്ഷേ ആ സാഹചര്യത്തിൽ ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന് പ്രതികരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ ഹല്ലേലൂയ ആമേൻ സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കുന്ന എന്നെ കൊന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? പിന്നെ മുമ്പോട്ടൊരു ശുഭത ദൈവം നടത്തുമെന്ന ചിന്ത നമുക്ക് വരുമോ? സ്തോത്രം. വളരെ ശ്രദ്ധിക്കണമേ. സഭയോട് ഞാൻ പറയുന്നു, സഭയ്ക്കെതിരെ പിശാച് തിരിഞ്ഞാൽ, ശത്രു തിരിഞ്ഞാൽ ആമേൻ എപ്പോഴും മനസ്സിലാക്കുക, മനുഷ്യരല്ല പോരാടുന്നത്, പിശാചാണ്. ഓരോ മനുഷ്യനെ കയ്യിലെടുത്ത് പിശാച് പോരാടുന്നതാണ് ദൈവ സഭയ്ക്കെതിരെ. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഈ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഞാൻ അതിന്റെ അവസാന ഭാഗത്ത് അത് വിശദീകരിക്കാം. ആ കാലത്ത് ആമേൻ ഒരുവനെ കൊന്നു കഴിഞ്ഞപ്പോൾ അടുത്ത്
എല്ലാവർക്കും അത് പ്രസാദം തോന്നി, എല്ലാവർക്കും ഇഷ്ടം തോന്നി. ഒരുത്തൻ തീർന്നു, പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ തീർന്നു. ആ യാക്കോബിന്റെ പ്രത്യേകത നമുക്കറിയാം. ഒട്ടകത്തിന്റെ കാല് പോലെ അവന്റെ കാല് എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകൾ ഒട്ടകത്തിന്റെ കാൽമുട്ട് പോലെയാ. പ്രാർത്ഥിച്ചു, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ കാല് ഒട്ടകത്തിന്റെ കാല് പോലെയാ. എന്നെ വളരെ ശ്രദ്ധിക്കണേ, നമ്മൾ നമ്മുടെ കാലും കയ്യും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നാവിൽ മസിൽ വരുമായിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മസിൽ എവിടെ കാണുമായിരുന്നു? നാവിൽ കാണുമായിരുന്നു. സ്തോത്രം. കാരണം പ്രാർത്ഥിച്ചിട്ടല്ല, ചുമ്മാ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവയവം നാവ, വെറുതെ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ആ ഭക്തനായ മനുഷ്യനെ ചരിത്രം പറയുന്നത് അങ്ങനെയാ. പ്രാർത്ഥന വീരന, സഭയ്ക്കകത്തുണ്ടായിരുന്ന പ്രാർത്ഥന വീരനെ ഹല്ലേലൂയ അവനെതിരെ ശത്രു കൈനീട്ടി, അവനെ പിടിച്ചു. സ്തോത്രം. വാൾ കൊണ്ട് എന്ത് ചെയ്തു? ഇതിന്റെ മിണ്ടാണ്ടിരിക്കുന്നത് 2-3 ആഴ്ചയായിട്ട് മിണ്ടുന്ന സാധനമൊക്കെ വീട്ടിൽ വെച്ചിട്ടാണോ നിങ്ങൾ വരുന്നേ? ഞായറാഴ്ച വരുന്നേ? ഒന്ന് മിണ്ടിയേ, സ്തോത്രം. ഒന്ന് ഉണർവോടെ ഇരുന്നേ, സ്തോത്രം. വാള് കൊണ്ട് കൊന്നു കളഞ്ഞു. വല്ലാത്ത നടുക്കം വരും. എപ്പോഴും പ്രാർത്ഥിക്കുന്നവർക്ക് എതിരെ ശത്രുവിന് ഉന്നമുണ്ട്. എനിക്ക് അവിടെ നിന്ന് വിശദീകരിക്കാൻ സമയമില്ല. പിന്നെ നിങ്ങളൊരു ആവേശത്തിൽ വരുന്നുമില്ല. ഈ പ്രത്യേക സമയത്ത് മാത്രം ആവേശം കാണിക്കരുത്. ഏത് സമയത്ത് നമ്മൾ ആത്മാവിൽ നിറഞ്ഞിരിക്കണം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അത് എല്ലാവർക്കും ഇഷ്ടം തോന്നി, എല്ലാവർക്കും പ്രസാദം തോന്നിയപ്പോൾ അടുത്തെന്ത് ചെയ്തു? പത്രോസിനെ പിടിച്ചു. പത്രോസ് എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രയോജനപ്പെടുന്ന അഭിഷക്തനാണ്, അതുപോലെ പ്രയോജനപ്പെടുന്ന വ്യക്തിയാണ് പത്രോസ്. സഭയ്ക്കകത്ത് പ്രയോജനപ്പെടുന്ന വ്യക്തിയാണ് പത്രോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേദപുസ്തകം പഠിച്ചാൽ, പിന്നത്തെ ഇതിൽ സഭാ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ശക്തനായ അഭിഷക്തനെ പിടിച്ചു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്തോത്രം. ഒരു ഹല്ലേലൂയ പണി ശത്രു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് അവൻ വിജയിച്ചു തുടങ്ങുമ്പോൾ ശത്രുവിന്റെ ആശ കൊള്ളാമല്ലോ എന്നുള്ളതാ. സ്തോത്രം. നിങ്ങളൊരു ദേശത്തെ പഠിച്ചാൽ, ഒരു കുടുംബത്തെ പഠിച്ചാൽ ഇതുപോലെയാ. ഒന്നിനെ ഹല്ലേലൂയ തകർത്ത് കഴിഞ്ഞാൽ അടുത്തതിനെ തകർക്കുക എന്നത്, വളരെ വേഗത്തിൽ തകർക്കാൻ ശ്രമിക്കുക എന്നത് പിശാചിന്റെ തന്ത്രമാണ്. സ്തോത്രം. ചില ദേശങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ നിൽക്കുന്ന എല്ലാ അഭിഷക്തന്മാരും മൂക്കും കുത്തി വീഴുന്ന കാണാം. നിൽക്കാൻ കഴിയാതെ, എഴുന്നേൽക്കാൻ പറ്റാതെ തകരുന്നത് കാണാം. ഞാൻ ഒറ്റ കാര്യം പറയാ, ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ ദൈവസഭയ്ക്കാ ഉള്ളത്. ആ ദൈവദാസന് നിലനിൽപ്പിനായി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം ദൈവസഭയ്ക്കാ ഉള്ളത്. വരുന്ന ഞായറാഴ്ച കർത്തൃമേശയാണ്. സ്തോത്രം. നമ്മൾ കർത്തൃമേശയുണ്ട്. വ്യാജം പറഞ്ഞുകൊണ്ടൊന്നും അത് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് സത്യസന്ധമായിട്ട് മാത്രം നിങ്ങൾ മറുപടി പറയുക. എല്ലാ ദിവസവും എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരൊന്ന് കൈ ഉയർത്തിയേ. എല്ലാ ദിവസവും. ഇത്രയും പേരുണ്ടോ? സ്തോത്രം. എന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്രയും പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടണം. അതിന് വളരെ ഹല്ലേലൂയ ഗൗരവത്തോടെ ഈ വചനം എടുത്താൽ നമുക്ക് ഹല്ലേലൂയ അതിന് പറ്റും. എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. കുടുംബമായി വഹിച്ച് പ്രാർത്ഥിക്കണം. കാരണം സ്തോത്രം, ഇത് എല്ലാ കാലത്തും ശത്രുവിന്റെ ഒരു പ്രവൃത്തിയാണ്. സ്തോത്രം. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തതിനെ തകർക്കുക എന്നതാണ്. സ്തോത്രം. കാതലായുള്ളതിനെയാണ് നോക്കുന്നത്, കാതലായിട്ടുള്ള പ്രാർത്ഥിക്കുന്ന. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞാൽ അവന് ഇച്ചിരി മൂപ്പ് കൂടുതലായിരുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തെങ്കിലും ഹല്ലേലൂയ അതിന്റെ അകത്തുണ്ട്. അപ്പൊ സഭ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പകൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, വല്ലാതെ പിശാചിന് നിന്നോടൊരു താല്പര്യം തോന്നുന്നെങ്കിൽ, വല്ലാതെ ശത്രു നിന്നെ പീഡിപ്പിക്കുന്നെങ്കിൽ, വല്ലാതെ നിന്നെ പിശാച് ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ, നീ ഹല്ലേലൂയ നിന്നെ വിലയിരുത്തിക്കൊള്ളണം. എന്തോ നിന്റെ അകത്തൊരു തീ കിടപ്പുണ്ട്. സ്തോത്രം. എന്തോ നിന്റെ അകത്ത് ഒരു ജ്വലനം ബാക്കി കിടപ്പുണ്ട്. എന്തോ പിശാച് ഭയക്കുന്നതൊന്ന് നിന്റെ മേലുണ്ട്. സ്തോത്രം. പിശാച് ഭയക്കുന്നത് എന്തോ ഒന്ന് നിന്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് നിന്റെ നേരെ അവൻ വിരൽ ചൂണ്ടുന്നത്. സ്തോത്രം. ഒരുപാട് വിശ്വാസികൾ അവിടെ ഇല്ലേ? ആ സഭയിൽ ഒത്തിരി പേരില്ലേ? എന്തിനാ യാക്കോബിനെ പിടിച്ചത്? സ്തോത്രം. യാക്കോബിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തെന്താ? പത്രോസിനെ പിടിക്കാൻ കൈ നീട്ടുന്നേ. ഞാൻ പറയട്ടെ, പ്രയോജനപ്പെടുന്നതിനെതിരെ പോരാട്ടം ഹല്ലേലൂയ ശക്തമാണ്. പ്രയോജനപ്പെടുന്നതിനെതിരെ ഹല്ലേലൂയ പിശാച് പൊരുതുമ്പോൾ ഞാനും നീയും തിരിച്ചറിയുക. സ്തോത്രം. നമ്മുടെ അകത്ത് ദൈവം എന്തോ അസാധാരണമായ ഹല്ലേലൂയ അഭിഷേകത്തെ ഇട്ടിട്ടുണ്ട്. പക്ഷെ പിടിക്കാൻ കൈ നീട്ടുമ്പോൾ ദൈവം അനുവദിക്കാതെ തൊടാൻ കഴിയത്തില്ല എന്നത് തിരിച്ചറിയുവാനും ദൈവസഭ പ്രാർത്ഥിക്കാനും കരുത്ത് പ്രാപിക്കണം. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ പത്രോസിനെ പിടിച്ച് കൊല്ലുവാൻ തക്കവണ്ണം കാരാഗ്രഹത്തിനകത്ത് പൂട്ടി. വചനം പറയുന്നു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. സഭ എങ്ങനെ പ്രാർത്ഥിച്ചു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ എപ്പോഴും മനസ്സിലാക്കണം, ഒരു ദൈവസഭ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ആത്മീക കൂട്ടായ്മയിലാണ് പോണേ. തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. ആത്മീക കൂട്ടായ്മയിൽ പോയാൽ പോരെ.
എന്ന് പറയുന്നവരുണ്ട്. ആത്മീക കൂട്ടായ്മ വേറെ, ദൈവത്തിൻ്റെ സഭ, സഭയ്ക്കകത്ത് കൂട്ടായ്മയുണ്ട്. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നവർക്ക് അറിയാം. ആത്മീക കൂട്ടം എന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം. എവിടെ വേണോ പോ, എങ്ങനെ വേണോ ജീവിക്കാം, പിന്നെ വന്ന് കൈയടിക്കാം. അതല്ല വേദപുസ്തകം പറയുന്ന യേശു കർത്താവ് രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ദൈവസഭയിൽ ആവർത്തിച്ച് പറഞ്ഞതും വീണ്ടും പറയാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു വിഷയം തന്നെയാണ്. സ്തോത്രം. നിങ്ങൾ വളരണമേ. ഇവിടെ നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ സഭ ശ്രദ്ധയോടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്ന. ശ്രദ്ധയും ഒരു മനസ്സും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു. ആരുടെ പ്രാർത്ഥനയ്ക്ക്? ദൈവ സഭയുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു. സ്തോത്രം. സഭയ്ക്ക് പ്രശ്നം വരുമ്പോൾ, സഭയിൽ വരുന്ന കുടുംബങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ടെങ്കിൽ ആ സഭയ്ക്കകത്ത് പരിഹാരമുണ്ട്. സത്യസന്ധമായി ഞാൻ പറയാം, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഇന്നത്തെ സഭയുടെ അപജയം എന്ന് പറയുന്നത് സ്തോത്രം, എനിക്ക് പ്രശ്നം വരുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് പ്രശ്നം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. സ്തോത്രം. എനിക്ക് പ്രശ്നം വന്നാൽ പാസ്റ്റർ പ്രാർത്ഥിക്കണം, എനിക്ക് പ്രശ്നം വരുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണം, മറ്റുള്ളവർക്ക് പ്രശ്നം വരുമ്പോൾ എന്നെ കാണാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് ഹല്ലേലൂയ പാസ്റ്ററും വിശ്വാസികളും അല്ല, നമ്മൾ എന്ന ചിന്തയിലാണ്. സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് അവര് ഇവര് മറ്റവര് അതൊന്നുമില്ല. ദൈവസഭയ്ക്കകത്ത് നമ്മൾ മാത്രമേ പാടുള്ളൂ. ദൈവസഭയിൽ നമ്മൾ മാത്രമേ പാടുള്ളൂ. പ്രാർത്ഥന ഏറ്റവും പരാജയപ്പെടുത്താൻ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രമാണ് ഒരു മനസ്സിനെ ഇല്ലാതാക്കുക എന്നത്. ഈ കാലം ഞാൻ എത്ര ആവർത്തിച്ച് പ്രസംഗിച്ചാലും ഇതിൻ്റെ അകത്ത് പ്രയോജനം വരുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ ഒരു 10 പേര് ഒരു മനസ്സോടെ നിൽക്കാൻ എഴുന്നേറ്റാൽ അത് അസാധാരണമാണ്. പലരുടെയും വിടുതലിന് ആ പ്രാർത്ഥന മുഖാന്തരമായി തീരും. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത്, ആരംഭിച്ച് വന്ന സമയത്ത് തീഷ്ണമായി എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഇന്ന് തീഷ്ണതയോടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയ സമയത്ത് ഞാൻ ധൈര്യത്തോടെ ഒരു വിഷയത്തെ ആദ്യം പ്രഖ്യാപിക്കും. ഇത് അങ്ങനെയാണെന്ന് സഭ പ്രഖ്യാപിക്കുന്നു എന്ന് പറയും. അതങ്ങനെ തന്നെ ആയിരിക്കും. സ്തോത്രം. അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നാണെങ്കിൽ 100 ചോദ്യം അതിൻ്റെ അകത്ത് വരും. അതങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ. എന്താണെന്നറിയാമോ? ഒരു മനസ്സില്ല. ഒരു മനസ്സിനെ പിശാച് തകർച്ചു കളയുന്നതിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. സഭ ഒരു മനസ്സോടെ കയറിയാൽ, ഈ സഭ ഒരുമിച്ച് ദേശത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ സകല പിശാചിന്റെ ഇരിപ്പിടങ്ങളും ഇളകുമെന്ന് ശത്രുവിന് നന്നായിട്ട് അറിയാം. ഒരു ദേശത്തിൽ നിന്നെ ഒരുമിച്ച് നിർത്തത്തില്ല, സഭയിൽ വരുന്ന കുടുംബങ്ങളെ ഒരുമിച്ച് നിർത്തത്തില്ല, ഒരു ദേശത്തിൽ ഐക്യതയോടെ നിർത്തത്തില്ല, ഒരു സഭയായി ഒരിടത്ത് ഐക്യതയിൽ നിർത്തത്തില്ല. കാരണം ഹല്ലേലൂയ ഒരു മനസ്സോടും ശ്രദ്ധയോടും പ്രാർത്ഥിച്ചാൽ അസാധാരണമായ പ്രഹരമേൽക്കുന്നത് ശത്രുവിനാണ്. അവന്റെ ആശ നശിച്ചു പോകും. ആശയോടെ പത്രോസിനെ പിടിച്ചെങ്കിലും അത് നടന്നില്ല എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ വളരെ താഴ്മയോടെ ആഗ്രഹത്തോടെ ദൈവസഭയോട് പറയട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. വില കൊടുക്കാതെ പറ്റും. നിങ്ങളൊന്ന് ചിന്തിച്ച്, പത്രോസിനെ പിടിച്ചപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് വന്ന് ചേർന്നല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് ശുശ്രൂഷയിൽ കൂടെ പോരാടിയ സ്ത്രീകളെ കുറിച്ചാണ്. പൗലോസിനോടുകൂടെ പോരാടിയ, സുവിശേഷത്തിനായി പോരാടി. ഞാൻ ഒരുപാട് പറഞ്ഞു വിട്ട നിങ്ങൾ അങ്ങനെ ആകണം എന്നൊക്കെ പറഞ്ഞ് അവസാനം നല്ല പോരാട്ടം പോരാടി, ആ പാട്ടൊക്കെ പാടിയാ പോയത്. സ്തോത്രം. ശുശ്രൂഷയിൽ പോരാടി. ഞാൻ പറയട്ടെ, സഭയിൽ ഒരാളിനൊരു പ്രശ്നം വന്ന് മരണമെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ സഭയ്ക്കകത്ത പ്രശ്നം ഒരു മണിയടിക്കും, ആൾക്കാരെല്ലാം ഓടി വരും. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്കിപ്പോൾ മണിയില്ല. സ്തോത്രം. എങ്കിലും വാട്സാപ്പിൽ മെസ്സേജൊക്കെ വരുന്നുണ്ട്. വേറെ ഒന്നും വേണ്ട. കഴിഞ്ഞ 21 ദിവസം നമ്മൾ പ്രാർത്ഥന വെച്ചു കുടുംബങ്ങൾക്കായി. നിങ്ങളെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പോയപ്പോൾ മറ്റേ കുടുംബത്തിന് വേണ്ടി വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത് എത്ര പേരാ ഉള്ളത്? സ്തോത്രം. അത് മാത്രം ചിന്തിച്ചാൽ മതി. കുറ്റപ്പെടുത്തലല്ല, നമ്മുടെ മനസ്സ് മാറണം. സഭ എപ്പോഴും ഒരു മനസ്സോടെ നിൽക്കണം. സഭയിൽ ഒരുത്തനൊരു ഭാരം വന്നാൽ, ഹൃദയം സ്വന്തം കുടുംബത്തിന് വന്നതുപോലെ തകരുന്ന ഒരു ഹൃദയം നമുക്ക് വന്നാൽ അനുഗ്രഹമാണ്. നടക്കത്തില്ല പാസ്റ്റർ എന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം. പക്ഷെ അതാ ബൈബിൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറ്റിയാൽ നമ്മൾ വിജയിച്ചു. സ്തോത്രം. നമുക്കത് അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇവിടെ വരുന്ന പ്രശ്നങ്ങളൊന്നും സഭയിൽ അവതരിപ്പിക്കാത്തത്, പൊതുവിൽ അവതരിപ്പിക്കാത്തത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആളില്ലെങ്കിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. എന്തിനാ പറയുന്നേ? പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് ചേരുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? സഭയിൽ വെക്കുന്ന പ്രത്യേക പ്രാർത്ഥനകൾ ഐക്യതയോടെ ഇന്നിപ്പോൾ വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്. കഴിഞ്ഞ 1 വർഷം മുഴുവനും സഭയ്ക്ക് നേരിട്ട പ്രതിസന്ധിക്കെതിരെ പോരാടുകയായിരുന്നു. സ്തോത്രം. ആ പോരാടി വന്നു. നമ്മൾ ഹല്ലേലൂയ പോരാടിയവരൊന്ന് ക്ഷീണിച്ചപ്പോൾ അതിൻ്റെതായ ഗുണം കാണാനും ഉണ്ട്. സഭയ്ക്കകത്ത് പ്രാർത്ഥനയില്ല, കൂടെ ചേരാൻ ആളില്ല, ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ, ദേശത്തിന് വേണ്ടി നിൽക്കാൻ ആളില്ല. പരാതിയും പരിഭവങ്ങളും ഇഷ്ടം പോലെ പറയാൻ ഒത്തിരി പേരുണ്ട്. പക്ഷേ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ ആളില്ല. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ ദൈവസഭ പഠിക്കണം. ഏക ശരീരം പോലെ സഭ നിൽക്കണം. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് തകർച്ചയും വേദനയും വന്നാൽ അത് നിന്റെ വേദനയാകണം.
അസ്വസ്ഥമാകുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. സ്തോത്രം. മക്കൾ പരീക്ഷ എഴുതാൻ പോകുന്നു, എല്ലാം ഹൃദയം പിടഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണം. ആമേൻ. ഹൃദയം പിടഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണം. രോഗിയായി എന്ന് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കണം. അത് ദൈവമാ അത്ഭുതം ചെയ്യേണ്ടത്. പക്ഷേ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയും, സഭ വളരണം. നിങ്ങൾ എത്ര പേര് അങ്ങനെ ഒരു ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു? ഞാൻ പറയട്ടെ, ഈ വർഷം 500 ആത്മാക്കളെ നമുക്ക് വേണമെന്ന് പറഞ്ഞു. സ്തോത്രം. അത് എന്തിനാ പറഞ്ഞേ? പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അതിനുവേണ്ടി ഒരു ആത്മഭാരം കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഈ മാസം സ്നാനത്തിനായിട്ട് ആരുമില്ല. ഒരു കുഞ്ഞിനോട് സംസാരിച്ചു, അവൻ്റെ പൊടി പോലും കാണാനില്ല. ചെയ്യുമായിരിക്കും, അറിയത്തില്ല. ഈ മാസം, കഴിഞ്ഞ മാസം സ്നാനമില്ലായിരുന്നു സഭയിൽ. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. സ്തോത്രം. കുറച്ചുകൂടെ ഒരു ആത്മഭാരത്തിൽ ദൈവസഭ വരണം. അത് വചനമാണ്, അല്ലെങ്കിൽ ദൈവം അത് ആഗ്രഹിക്കുന്നു. സ്തോത്രം. സ്വാർത്ഥരാകരുത്, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ പഠിച്ചാൽ ദൈവസഭയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. തുടർന്നും ഈ മെസ്സേജ് കേൾക്കാൻ സന്തോഷമുള്ളവരൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്ന ഇന്ന് തൊട്ട് അങ്ങോട്ട് കർത്താവ് കുറച്ചുകൂടെ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഒന്നും ആയിരിക്കത്തില്ല. ഫ്രീ, നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം, അല്ലെങ്കിൽ ഒരു ആത്മപരിവർത്തനത്തിൽ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്ന എൻ്റെ ചിന്ത. സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവിടെ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് കാണാൻ പറ്റും. അസാധാരണമായി എവിടെ നോക്കിയാലും ശക്തമായ പ്രതികൂലത്തിൻ്റെ നടുവിൽ അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. മറ്റൊരു സമയത്തും വെളിപ്പെടാത്ത ദൈവ മഹത്വം വെളിപ്പെട്ടു. സ്തോത്രം. ഞാൻ ഈ ചർച്ചയിൽ പറയാത്ത എത്ര വിഷയം എൻ്റെ ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് അറിയാമോ? കാര്യം എന്താണെന്നറിയാമോ? പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. കേട്ട് ആ വഴിക്ക് പോകും. ആമേൻ. 10 വരെ കാണുമെങ്കിൽ അറിഞ്ഞോ ഇന്നതാ, ഇത്ര പറയുകയല്ലാതെ ഒരു തുള്ളി കണ്ണുനീർ വീഴത്തില്ല. സഭയ്ക്കകത്ത് വന്ന് പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥന സമയത്ത് ആളെ കാണത്തില്ല. സ്തോത്രം. അതൊരു വലിയ വേദന ഉളവാക്കുന്ന കാര്യമാണ്. ഞാൻ ഈ മെസ്സേജിൽ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായി ഏക മനസ്സോടെ ഒരുമിച്ച് കൂടും. പ്രാർത്ഥനയുടെ ആവശ്യം, ദൈവസഭ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യം, ദൈവം നമ്മെ ഒരു ശരീരമായി പണിതതിൻ്റെ ആവശ്യം, കർത്താവ് നമ്മെ ഒരുമിച്ച് നിർത്തിയതിൻ്റെ ആവശ്യം ഗ്രഹിച്ച്, അത് ആമേൻ ദൈവമാണ് അത് ചെയ്തതെങ്കിൽ, അങ്ങനെ സഭയെ പണിതതെങ്കിൽ അത് അത്യാവശ്യമാണെന്ന് ഗ്രഹിച്ച് നീ ചെയ്യേണ്ടത് ദൈവസഭയിൽ നിവർത്തിച്ചാൽ ദേശത്തിനും കുടുംബങ്ങൾക്കും ആയിരക്കണക്കിന് ജനത്തിനും ദൈവസഭയ്ക്കും അത് വിടുതലായിരിക്കും എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വാർത്ഥത വെടിഞ്ഞ് ആമേൻ ഹല്ലേലൂയ നിങ്ങൾ വരണം. എനിക്ക് പ്രശ്നം വന്നാലേ പ്രാർത്ഥിക്കൂ എന്ന ചിന്ത വിടണം. എനിക്ക് പ്രശ്നം വരുന്നത് പോലെ അടുത്തവന്റെ പ്രശ്നവും എൻ്റെ പ്രശ്നമായി മാറിയാലേ പ്രാർത്ഥന നടക്കത്തുള്ളൂ എന്ന് ആമേൻ ഹല്ലേലൂയ തിരിച്ചറിയണം. സഭ പോർക്കളത്തിലാണ്, സഭ യുദ്ധക്കളത്തിലാണ്. പോരാടിയേ പറ്റത്തുള്ളൂ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആവർത്തിച്ച് ഈ വിഷയം വീണ്ടും പറയുന്നത്, അറിവില്ലാത്ത ഒത്തിരി പേരുണ്ട്. പോരാടണമെന്ന് പറയുമ്പോൾ എന്തെന്ന് പോലും അറിയത്തില്ല എന്നുള്ളവരുണ്ട്. അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നവർ ഗ്രഹിക്കും. പക്ഷേ ഒരു ദൗത്യമുണ്ട് എന്ന് തിരിച്ചറിയണം. ഒരു ദൗത്യമുണ്ട് എന്ന് തിരിച്ചറിയണം. സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാന്ന് തോന്നുന്നു അല്ലേ, അന്ധകാരത്തിങ്കിൽ നിന്ന് അത്ഭുത പ്രകാശത്തിങ്കിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം, അതാ നമ്മുടെ സഹോദരർ ദൂതായിട്ട് കൈമാറിയത്. സ്തോത്രം. അതിനെ വിശദീകരിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ചിന്തിച്ച് ഒന്നുകൂടെ സമർപ്പിച്ചാൽ നമ്മൾ പോയത്. സ്തോത്രം. നമ്മെ വിളിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. വെറുതെ ആരും ദൈവസന്നിധി വന്നില്ല. വിളി കേട്ട സകലരുടെ ഉത്തരവാദിത്വമാണ് ആമേൻ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നത്. ഒരു വലിയ ദൗത്യം നമ്മുടെ മുമ്പിൽ ഉണ്ട്. സ്തോത്രം. സഭ വളരെ കരുത്തോടെ നിൽക്കുന്നത് കാണാം. കരുത്തോടെ ദൈവസഭ നിൽക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാം. എന്നെ ശ്രദ്ധിക്കുന്നുവല്ലോ. ആമേൻ. കരുത്തോടെ അവർ പ്രാർത്ഥനയോടെ ഒരു മനസ്സോടെ നിൽക്കുന്നു. ആ നിന്നിടത്തെല്ലാം അസാധാരണ വിടുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകർന്നു. സ്തോത്രം. നമ്മൾ ഒരു മനസ്സോടെ നിന്നാൽ, പ്രാർത്ഥിക്കാൻ ഒരു മനസ്സോടെ കൂടിയാൽ അസാധാരണമായ ദൈവപ്രവർത്തികളെ ഈ തലമുറയിൽ നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചെയ്യണം? ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ എന്ത് ചെയ്യണം? നഗരത്തിൽ പാർക്കണം. നമ്മുടെ പ്രസംഗ വിഷയത്തിനകത്ത് നമ്മൾ വായിച്ചെടുത്ത ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി എന്ന നമ്മൾ വായിച്ചത്. സ്തോത്രം. ആ സഭ അതുവരെ എത്തിയതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ആ കാലത്ത് എന്ന് പറയുമ്പോൾ എന്താ അവിടുത്തെ വിശേഷത എന്ന 1-2 കാര്യമാണ് പറയുന്നത്. അപ്പോൾ സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കണം. ആ പറഞ്ഞത് കേട്ട അവർ അതിൻ്റെ ആവശ്യം മനസ്സിലാക്കി അവരെന്ത് ചെയ്തു?
വീട്ടിൽ പോകാതെ പിൻവാങ്ങി പോകാതെ 120 പേർ മാളിക മുറിയിൽ കയറി പ്രാർത്ഥിച്ചു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ആത്മശക്തിയുടെ ആവശ്യകത മനസ്സിലായാൽ ഒരു ദിവസം പ്രാർത്ഥിച്ച് നിർത്തത്തില്ല. നമ്മൾ തുടർമാനമായി അത് ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തെ അതിജീവിച്ച് കയറാൻ ശക്തമായ ഒരു അഭിഷേകം നിങ്ങൾ ചോദിക്കണം. പ്രാപിച്ചവർ വീണ്ടും പ്രാപിക്കണം. ഉപവാസ പ്രാർത്ഥനകളൊക്കെ വയ്ക്കുന്നത് അതൊരു ശക്തീകരണത്തിനും കൂടെ തന്നെയാണ്. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് അസാധാരണമായ രീതിയിൽ പെന്തക്കോസ്ത് നാളിൽ പിളർന്നിരിക്കുന്ന നാവായി കൊടിയ മുഴക്കത്തോടെ സ്തോത്രം അഭിഷക്തന്മാരുടെ മേൽ വന്നു. 120 പേരുടെ മേലും അത് വീണു നിറച്ചു. നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥനയാണ് എല്ലാവരുടെ മേലും ആ തീ ഇറങ്ങണം. കഴിഞ്ഞ ഉപവാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അസാധാരണ ഒരു ലെവലിൽ കയറി. അതെനിക്ക് വലിയൊരു പ്രയാസം ഉണ്ടായി. അവരെ പിടിച്ചു നിർത്തേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നോക്കിയപ്പോൾ ഹല്ലേലൂയ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരാൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നു. ബാക്കി എല്ലാവരും വട്ടമിട്ടിരുന്ന് കാര്യം പറയുന്നു. അപ്പൊ ഞാൻ അടുത്തുന്നവരോട് ചോദിച്ചു, കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇറങ്ങി അങ്ങ് പോകണം. സ്തോത്രം, അതാ ചെയ്യേണ്ടത്. അത് നമുക്ക് തിരിച്ചറിയണം. എന്താ സംഭവിക്കുന്നത് നമുക്ക് തിരിച്ചറിയണം. എന്താ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അസാധാരണമായ രീതിയിൽ ആ വെളിപ്പെട്ട അഗ്നിയെ അണച്ചുവോ എന്നൊരു വിഷമം. ഞാൻ ഒരുപാട് സമയം പിന്നെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. സാധാരണ ലെവലിൽ നമുക്ക് കിട്ടത്തില്ല. മറ്റൊരിടത്തും അങ്ങനെ ഇറങ്ങുമെന്നും എനിക്ക് ചിന്തയില്ല. അവിടെ നിന്ന് വലിയ അളവിൽ കുതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മക്കളൊക്കെ പ്രാർത്ഥിക്കണം. അസാധാരണമായ നിലയിലേക്ക്, ആത്മപകർച്ചയിലേക്ക് നമ്മൾ ഹല്ലേലൂയ വന്നേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് അത് ചെയ്യും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദൈവസഭയിൽ പറയുന്നതാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൈവ മഹത്വം ഈ ആലയത്തിൽ ഇറങ്ങും. അത് ഇനിയും ഉണ്ടാകും. കാരണം ദൈവം ഇട്ട അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ഇതിനകത്ത് ഹല്ലേലൂയ ഇന്ന് വന്നവരുണ്ടെങ്കിൽ അവരുൾപ്പെടെ ദൈവജനത്തോട് പറയുന്നു, ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം. അതാണ് പരിഹാരം. സ്തോത്രം. അസാധാരണമായ ദൈവശക്തി വന്ന് ജനമെല്ലാം ആത്മാവിൽ അന്യഭാഷകളിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്കറിയാം, കണ്ടു നിന്നവർ ചിലർ പരിഹസിച്ചു. അവർ മദ്യപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് എഴുന്നേറ്റ് ആദ്യത്തെ സുവിശേഷ പ്രസംഗം, ദൈവസഭയുടെ ആദ്യത്തെ സുവിശേഷ ആദ്യത്തെ പ്രസംഗം, യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ആദ്യത്തെ പ്രസംഗം ജനത്തിന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ തെറ്റ് ചെയ്തു, ഞങ്ങൾക്ക് രക്ഷപ്പെടണം, ഞങ്ങൾക്ക് രക്ഷിക്കപ്പെടണം. എന്താ ചെയ്യേണ്ടത്? പത്രോസ് സംശയം കൂടാതെ പറഞ്ഞു, മാനസാന്തരപ്പെട്ട് സ്തോത്രം, നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി ഓരോരുത്തരും സ്നാനപ്പെടണം. പാപമോചനത്തിന് സ്നാനം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ 1-ാമത്തെ പ്രസംഗത്തിൽ സംശയം കൂടാതെ പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഹല്ലേലൂയ മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, എങ്കിൽ നിങ്ങൾക്ക് പാപമോചനം ഉണ്ടാകും. സ്തോത്രം. അന്ന് തിരുവെഴുത്ത് എഴുതി വെച്ചിരിക്കുന്നത് 3000 പേർ ഹല്ലേലൂയ സ്നാനപ്പെട്ട് അവരോട് ചേർന്നു. 3000 പേർ ഹല്ലേലൂയ സ്നാനപ്പെട്ട് അവരോട് ചേർന്നു. 2-ാം അധ്യായം 41-42 വാക്യങ്ങളൊന്ന് വായിച്ചേ. 2-ന്റെ-41-42. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇത് നിങ്ങൾ ഹല്ലേലൂയ തിരിച്ചറിയണമേ. ഈ ഹല്ലേലൂയ ഭാഗം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ തുടർന്ന് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ നിങ്ങൾ പഠിച്ചാൽ ദൈവസഭ നിലനിന്നത് ആ നിലയിലാണ്, ആ രീതിയിലാണ്. സ്തോത്രം. ഇതൊക്കെ ഞാൻ ഒത്തിരി വിശദീകരിച്ച് സ്നാന ക്ലാസ്സിലും അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സ്തോത്രം. വന്ന് സ്നാനപ്പെട്ടവർ മടങ്ങി അവരുടെ ഉത്സവത്തിന് പോയില്ല. അവർ എന്ത് ചെയ്തു? അപ്പോസ്തലിക ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥിച്ചു. സ്തോത്രം. അങ്ങനെ ദൈവസഭ മുമ്പിലേക്ക് പോയി. ഹല്ലേലൂയ. ഒത്തിരി ഉപദേശത്തിൽ ആ ദൈവസഭ വളർന്നു. ഇതാ പുതിയ നിയമസഭയുടെ ചരിത്രമാണ് ഈ പറയുന്നത്. അതായത് ഇന്ന് തർക്ക വിഷയമായിരിക്കുന്ന അപ്പോസ്തലിക സഭ. ഞങ്ങൾക്ക് 2000 വർഷം പാരമ്പര്യമുണ്ട്, 100 വർഷം കൊണ്ട് വന്നവർക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തർക്കങ്ങൾ നടക്കുക. അതായത് പെന്തക്കോസ്ത് സഭയ്ക്ക് 100 വർഷമേ ഉള്ളൂ, ഞങ്ങളാണ് ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭയെന്ന് പറയുന്നവരും ഹല്ലേലൂയ ഒന്നും അറിയാത്തവരും നിങ്ങൾ തിരിച്ചറിയുക, സഭയുടെ ഉൽപ്പത്തിയും സഭയുടെ പ്രമാണം ഇന്നായിരുന്നു. ഇതായിരുന്നു. അവർ വീടുകളിൽ സഭായോഗം കൂടി ദൈവത്തെ ആരാധിച്ചു. ഒരു കുരിശോ ഒരു കൊന്തയോ ഒരു വിഗ്രഹമോ ഒന്നും ആ സഭയ്ക്കകത്തില്ല. ശക്തിയോടെ ദൈവത്തിന്റെ സഭ ആത്മനിറവിൽ, ഞാൻ താഴോട്ട് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും, എങ്കിലും ഗ്രഹിക്കുക. ആത്മനിറവിൽ ദൈവസഭ നിന്നു. അവർ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങുന്ന പ്രാർത്ഥനകളും സുവിശേഷത്തിന് വേണ്ടി കഷ്ടവും ത്യാഗവും സഹിച്ച് മരിച്ചവരുടെ എണ്ണം അധികമാണ്. എന്നിട്ടും സഭ എന്ത് ചെയ്തു? തീ പോലെ
പടർന്നു. അതാ ദൈവസഭയുടെ ചരിത്രം അതാ. പക്ഷേ ഹല്ലേലൂയ കാലങ്ങൾ വന്നപ്പോൾ നിങ്ങൾ സഭാ ചരിത്രം പഠിച്ചാൽ ഈ അപ്പോസ്തലിക സഭയ്ക്കകത്ത് അഥവാ കർത്താവിന്റെ ശിഷ്യന്മാർ കൃത്യതയോടെ ഉപദേശപ്രകാരം പണിയുകയും തുടർന്ന് വന്നവരെ അതേ ഉപദേശത്തിന് ഏൽപ്പിക്കുകയും ചെയ്ത ദൈവസഭ. പൗലോസ് പറയുന്നു, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ വരും, കൊടിയ ചെന്നായ്ക്കൾ വന്ന് സഭയെ തകർക്കും. അതുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നത് ശ്രദ്ധയോടെ മേയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് ഗൗരവത്തോടെ ദൈവസഭയെ പണിതുകൊണ്ടുവന്നു. സ്തോത്രം. ഞാൻ അതിന്റെ ചരിത്രം മുഴുവൻ പോകുന്നില്ല. അങ്ങനെ വന്ന സഭയ്ക്കകത്ത് വലിയ അപജയം സംഭവിച്ചു. കുസ്തന്തീനോസിന്റെ ഹല്ലേലൂയ മതപരിവർത്തനമാണ് ഒന്നാമത്തെ കാരണമായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ഇല്ലാത്ത ഹല്ലേലൂയ പ്രശ്നങ്ങളെല്ലാം ദൈവസഭയ്ക്കകത്ത് വന്ന്, വിഗ്രഹം വന്നു, ഒരുപാട് കാര്യങ്ങൾ, സ്തോത്രം, ഒരുപാട് ദുരുപദേശങ്ങൾ ദൈവസഭയ്ക്കകത്ത് വന്നു. അപ്പോൾ ഹല്ലേലൂയ ഇന്നത്തെ പെന്തക്കോസ്ത് സഭ 100 വർഷത്തെ പെന്തക്കോസ്ത് സഭ എന്ന് പറയുമ്പോൾ അത് ദൈവം ഹല്ലേലൂയ അതിനെ ഉണർത്തി കൊണ്ടുവന്ന് പഴയ അപ്പോസ്തലിക പാരമ്പര്യത്തിലേക്ക് കൊണ്ടുപോയി എന്നതാണ് വാസ്തവത്തിൽ സത്യസന്ധമായി ചരിത്രം പഠിച്ചാൽ മനസ്സിലാകുന്നത്. സ്തോത്രം. അല്ലെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥ സഭയുടെ പശ്ചാത്തലത്തിലേക്ക് തകർന്നു പോയ സഭയെ ദൈവം തിരികെ പണിതാണ് 100 വർഷ ചരിത്രമുള്ള പെന്തക്കോസ്ത് സഭയെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ ഹല്ലേലൂയ അപമാനിതരാകരുത്, അഭിമാനം കൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ 100 വർഷത്തെ ചരിത്രം നമുക്ക് പഠിച്ചാൽ നമുക്കറിയാം, അസൂസ സ്ട്രീറ്റിലാണ് ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടത്. സ്തോത്രം. അമേരിക്കയിലെ ബഥേൽ ബൈബിൾ കോളേജിൽ ആ ഉണർവ് പുറപ്പെടുമ്പോൾ അതിനകത്ത് എൻ്റെ പേര് ശരിയാണെങ്കിൽ വില്യം സൈമൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കറുത്ത വർഗ്ഗക്കാരൻ, ഒറ്റക്കണ്ണനാണ്. ഈ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കണ്ണനാണ് അദ്ദേഹം, ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ, കറുത്ത വർഗ്ഗക്കാരനാണ്. ആ ബൈബിൾ കോളേജിൽ പഠനത്തിൽ വന്ന് പ്രാർത്ഥന വീരുന്നത്. പക്ഷേ അന്ന് അകത്തിരുത്തത്തില്ല, കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് പുറത്ത് കസാരയിട്ട് ഇരുന്ന് പഠിക്കുന്ന അനുഭവം. പക്ഷെ ഉത്സാഹിയായതുകൊണ്ട് ആ ഹല്ലേലൂയ ചാൾസ് പർഹാം ആ ബൈബിൾ കോളേജിൽ അദ്ദേഹത്തിന് വലിയ ഇൻട്രസ്റ്റ് ആയി പഠിപ്പിച്ചു. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ പോകുന്ന സമയത്ത് ശക്തമായി അവിടുത്തെ ആ ഹല്ലേലൂയ ദേശത്തിന്റെ പ്രത്യേകത കള്ളന്മാരും മയക്കുമരുന്ന് മദ്യപാനം. സ്തോത്രം. കറുത്ത വർഗ്ഗക്കാരെന്ന് പറഞ്ഞാൽ വെള്ളക്കാരനെ കണ്ടാൽ കൊല്ലും. അങ്ങനെ ആയുധങ്ങളുമായി നിൽക്കുന്ന വല്ലാത്ത അനുഭവത്തിൽ ഉണർവിനെ ദൈവം അയച്ചു. സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞു, ആഗ്നസ് ഉസ്മാൻ എന്ന പെൺകുട്ടിയുടെ മേൽ അഭിഷേകം വന്നതും ഒക്കെ ആവർത്തിക്കുന്നില്ല, ഉണർവ് വന്നു. സ്തോത്രം. ആ അസൂസ സ്ട്രീറ്റിനെ ദൈവം ഉണർത്തി ഹല്ലേലൂയ ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. ആ പട്ടണത്തിലെ കച്ചവടക്കാരെല്ലാം ചന്തയിൽ നിന്ന് അവരുടെ സാധനത്തെ മാറ്റിവെച്ച് ജനത്തിന് വന്നിരിക്കാൻ അവസരം കൊടുത്തു. സ്തോത്രം. നാളുകൾ നീണ്ടു നിന്ന ഒരു ഉണർവായിരുന്നു. ആ ജനം വില്യം സൈമൂർ ഈ ഒറ്റക്കണ്ണനിൽ എല്ലാവരും ത്യജിച്ച് ആ മനുഷ്യനോട് പറഞ്ഞു, ദൈവദാസൻ ഈ പട്ടണത്തിൽ നടുവിൽ നിന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. അദ്ദേഹം പ്രസംഗിച്ചു. സ്തോത്രം. ഭയങ്കര ഒരു ഉണർവായി അത് കത്തിപ്പടർന്നു. സ്തോത്രം. ലോക രാജ്യങ്ങളിലേക്ക് ആ ഉണർവ് കത്തിപ്പടർന്നു. ഞാനത് വിശദീകരിക്കാത്തത് അത് കേൾക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടോ എന്നൊരു സംശയം. രണ്ടാമത്തെ ചിന്ത, സമയത്തിന്റെ പരിമിതിയുണ്ട്. തുടർന്ന് ഹല്ലേലൂയ ഭാരതത്തിൽ ഉണർവ് സംഭവിച്ചത് നമുക്കറിയാം. കേരളത്തിൽ ഉണർവ് സംഭവിച്ചതൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും അറിയാം. സ്തോത്രം. ഭാരതത്തിൽ മുക്തി മിഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ പണ്ഡിത് രമാഭായി, അവിടെയാ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റടിച്ചത്. കേരളത്തിൽ ഹല്ലേലൂയ മർത്തോമ സ്ഥാപിച്ച പുള്ളിയുടെ പേരറിയാമോ? എബ്രഹാം മിൽപ്പാനോ, അങ്ങനെ എന്താണ് പേര്, തെറ്റിയെങ്കിൽ ക്ഷമിക്കണേ. പുള്ളിയാണ് ഹല്ലേലൂയ വചനം ഹല്ലേലൂയ തിരിച്ചറിഞ്ഞിട്ട് മുത്തപ്പന്റെ പ്രതിമ എടുത്തുകൊണ്ട് കിണറ്റിലിട്ടേച്ച് പുതിയൊരു പ്രമാണം എഴുതി. സ്തോത്രം. വലിയ സംഭവം. അങ്ങനെയാ മാരാമൺ കൺവെൻഷനൊക്കെ വന്നേ. സ്തോത്രം. ഇന്നവർ ഹല്ലേലൂയ യാക്കോബായക്കാരോട് പോയി അത് വീണ്ടും ഹല്ലേലൂയ ഇതായി, അതിൻ്റെ ആ സത്തയെല്ലാം പോയി, അങ്ങനെ പോയി. പക്ഷേ ദൈവം ഹല്ലേലൂയ വലിയ ഉണർവ് നമ്മുടെ ഹല്ലേലൂയ കേരളക്കരയിൽ ഉൾപ്പെടെ അയച്ച് ദൈവസഭയെ വീണ്ടും പണിതു. അതാ പെന്തക്കോസ്, ഇന്ന് കാണുന്ന പെന്തക്കോസ്. അതായത് യഥാർത്ഥ അപ്പോസ്തലിക പാരമ്പര്യത്തിൽ യഥാർത്ഥ അപ്പോസ്തലന്മാർ സ്ഥാപിച്ച, പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച, പരിശുദ്ധാത്മാവ് വന്ന് കൃത്യതയോടെ വചനത്തിന്റെ വെളിപ്പാടനുസരിച്ച് മുമ്പോട്ട് വന്ന സഭ. എന്ന് പറഞ്ഞാൽ മലിനത വന്നതിന് മുമ്പുണ്ടായിരുന്ന ദൈവസഭയുടെ അനുഭവത്തിലേക്ക് ദൈവം വീണ്ടും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പണിത സഭയാണ്. അസൂസ സ്ട്രീറ്റിലെ ഉണർവിന്റെ പ്രത്യേകത, അതിന്റെ അടുത്തേക്ക് ജനം കടന്നു വരുമ്പോൾ തന്നെ അവർ കരയും. സ്തോത്രം. അവസാനം അത് ഹല്ലേലൂയ മൂർച്ഛന്യതയിൽ വന്നപ്പോൾ ഈ കൊള്ളക്കാരെല്ലാം ഈ ആയുധങ്ങളെല്ലാം കൊണ്ടുവച്ചേച്ച് ദൈവസന്നിധി മുട്ടുമടക്കി സമർപ്പിച്ചു. ആദ്യ നൂറ്റാണ്ടിൽ നടന്ന അതേ സംഭവം തന്നെ അതുപോലെ ആവർത്തിച്ചു 100 വർഷത്തിന്റെ പുറകിൽ. അതിൻ്റെ ഹല്ലേലൂയകൾ വീണ്ടും പല ദേശങ്ങളിൽ നടന്ന് പല വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു. അതിൻ്റെ ഒരു കൊച്ചു ഹല്ലേലൂയ കഷ്ണം വീഴുന്നതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നേ. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഈ പറയുന്ന മനസ്സിലാകുന്നു. ദൈവസഭയെ ദൈവം എത്രത്തോളം ദൈവം വില കൽപ്പിക്കുന്നു എന്നുള്ളതാ. ആരെന്തൊക്കെ ചെയ്തിട്ടും കർത്താവ് ഹല്ലേലൂയ അതിനെ പണിതുകൊണ്ടേയിരുന്നു. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ദൈവസഭയെ ഇന്നും നിലനിർത്തുമ്പോൾ ആ ദൈവസഭയിൽ അംഗങ്ങളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ ദൂത് കേൾക്കുന്നത്.
അതുകൊണ്ടാണ് ഞാൻ അത്രയും കടന്നു പറഞ്ഞത്. അങ്ങനെ ഈ കാലത്തിലും ഒരു ഉണർവയക്കാൻ ദൈവത്തിന് പറ്റും. ഈ കാലത്തിലും സാഹചര്യത്തെ മാറ്റാൻ പരിശുദ്ധാത്മാവിന് പറ്റുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദൈവസഭയോട് പറയട്ടെ, നമുക്ക് ഒരു മനസ്സോടെ കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങി വരണം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി സ്തോത്രം നിങ്ങൾ മുഴുവൻ വായിച്ചാൽ ദൈവസഭ എന്ന കർത്താവിന്റെ ആശയം നിങ്ങൾക്ക് ഒരു പരിധിവരെ മനസ്സിലാകും. സ്തോത്രം. അതുകൊണ്ട് തെറ്റിനു പുറകെ പോകരുത്, പലതും ഹല്ലേലൂയ പറഞ്ഞു കേൾക്കുമ്പോൾ നടുങ്ങരുത്. ദൈവം നമ്മെ നിർത്തിയെങ്കിൽ അതിന് സന്തോഷിക്കുകയും ആ ദൈവവചന അടിസ്ഥാനത്തിൽ നിലനിൽക്കാൻ നമ്മൾ പ്രാപ്തരാകുകയും ചെയ്യണം. പ്രാർത്ഥനയിൽ പുറകിൽ പോകരുത്. ദൈവസഭയുടെ ശ്വാസം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ഇത്രയും പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരെങ്കിൽ, വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഒരുമിച്ച് കഴിയുമെങ്കിൽ, ദേശത്തിന് വേണ്ടി ഒരുമിച്ച് കരമുയർത്താൻ പറ്റുമെങ്കിൽ, ഞാൻ പറയട്ടെ, അസാധാരണമായ കാര്യങ്ങൾ നമ്മിൽ കൂടെ ചെയ്യാൻ ദൈവം ശക്തനാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ചുമക്കുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞ പ്രാർത്ഥന കടുക്കുന്നില്ല. നന്നായിട്ട് പ്രാർത്ഥിച്ചോളണേ. ഉപവാസത്തിന് ശേഷം ആരോഗ്യം അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ല പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നും, പക്ഷെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്. കാരണം പ്രസംഗവും പ്രാർത്ഥനയും നിർത്താനുള്ള ഉദ്ദേശമില്ല. ഞാനും നിങ്ങളും ഇങ്ങനെ പോകും, നിങ്ങളും ഞാനും മരിക്കും. പക്ഷെ എനിക്ക് മരിക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, സ്തോത്രം, ചെയ്യേണ്ടത് ചെയ്ത് തീർക്കണം. നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയാൻ പറ്റണം. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്തോത്രം. അവിടെയൊക്കെ കർത്താവ് നിലനിർത്തണം. ഒന്നുകൂടെ നിങ്ങളോട് ഞാൻ പരമാർത്ഥ മനസ്സിൽ നിന്ന് എന്നെ കുടുംബത്തെ ഓർത്ത് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് മുമ്പിലേക്ക് വരിക. സ്തോത്രം. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം നിർത്തും എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കരുത്. സ്തോത്രം. പ്രാർത്ഥന വേണം. അത് ശക്തിയായി മുമ്പിലേക്ക് പോകാൻ കർത്താവ് സഹായിക്കും. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ശക്തമായിട്ട് ഈ ജനം ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക. 4:23-24 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 4:23-24 പെട്ടെന്ന് വായിച്ചേ. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. മതി നിങ്ങൾക്കറിയാം. സ്തോത്രം. അതിന്റെ ആ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ച് മുമ്പിലേക്ക് വരുമ്പോൾ സ്തോത്രം, അവരിരുന്ന സ്ഥലമൊക്കെ കുലുങ്ങി. ആ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. 2-ാം അധ്യായത്തിൽ അഭിഷേകം വന്ന് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിലിരുന്ന മുടന്തനെ ആരെഴുന്നേൽപ്പിച്ചു? പത്രോസ് എഴുന്നേൽപ്പിച്ചു. പൊന്നും വെള്ളിയും നമുക്കൊന്നുമില്ല, അതാ നമ്മൾ ഇരുന്നേ. പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. സഭയ്ക്ക് പറയാൻ പറ്റുമോ? സഭയ്ക്ക് പറയാൻ പറ്റുമോ? സ്തോത്രം. ഞങ്ങൾക്കൊന്നും ഉണ്ടെന്നുള്ള ഉറപ്പ് വേണം. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് നിന്നാൽ, സ്തോത്രം, നമുക്കുണ്ട് യേശുവിൻ്റെ നാമം, നമുക്ക് അഭിഷേകമുണ്ട്. അത് പറയാൻ കരുത്ത് വേണം. ഒന്നുമില്ലാത്തവരെ പോലെ നടക്കുക. ആര് കൈ നീട്ടിയാലും സഭയ്ക്കൊന്നും കൊടുക്കാനില്ല. അങ്ങനെയാകരുത് ദൈവസഭ. ദൈവസഭയിലേക്ക് കൈനീട്ടിയാൽ ആത്മീകത്തിലും ഭൗതികത്തിലും കൊടുക്കാൻ ധാരാളം ഉണ്ടാകണം. സ്തോത്രം. സമ്പത്ത് ദൈവം തന്നാലേ ഉള്ളൂ, അഭിഷേകം ദൈവം തന്നാലേ ഉള്ളൂ. പ്രാർത്ഥിക്കണം, ശക്തിയോടെ പറയണം, നമുക്കൊരു യേശുവുണ്ട്. സ്തോത്രം. അതാണ് നമ്മുടെ കരുത്ത്. പറഞ്ഞു എഴുന്നേറ്റു, ആകെ പ്രശ്നമായി. സ്തോത്രം. അന്നും ഇന്നും അങ്ങനെയാണല്ലോ. ഹല്ലേലൂയ. ചുമക്കാൻ ആളുണ്ട്, അവനെ ഇരുത്തി പിരിക്കാൻ ആളുണ്ട്, പക്ഷെ ഗുണം വന്നപ്പോൾ പ്രശ്നമായി. ഗതികേടിൽ കിടന്നപ്പോൾ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഏത് കുടുംബത്തിൽ സ്തോത്രം സഭ ഹല്ലേലൂയ തകർന്നും തരിപ്പണമായി കിടക്കുമ്പോൾ പ്രാർത്ഥന വേണം, ഉപവാസം വേണം. അവിടെ നിന്ന് കരം പിടിച്ചു കൊണ്ടുവന്ന് രക്ഷപ്പെട്ടു വന്ന അപ്പ കൊണ്ട് ഹല്ലേലൂയ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ 1000 പേരാ, പിന്നെ ഉപദേശകരും 1000 പേരാ പല വിഷയങ്ങൾ പറയുന്നതും. സ്തോത്രം. പോട്ടെ, ഞാൻ അതിലേക്ക് നിൽക്കുന്നില്ല. ഇതെല്ലാം അന്ന് തൊട്ടേ ഉള്ളതാ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ദേവാലയത്തിലെ ഹല്ലേലൂയ പുരോഹിതന്മാരൊക്കെ അങ്ങ് ഇളകി. സദൂക്യരും പുരോഹിതന്മാരുള്ള ഒറ്റ ചോദ്യം അവർക്ക് ചോദിക്കാനുള്ളൂ, ഏത് ശക്തി കൊണ്ടാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? എന്ത് ശക്തി കൊണ്ടാ നിങ്ങൾ ചെയ്യുന്ന? സ്തോത്രം. വലിയ ചോദ്യമാണ് ഹല്ലേലൂയ അവിടെ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 4:4 വായിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്നവരുടെ എണ്ണം, സ്തോത്രം, വലിയ ഹല്ലേലൂയ അസാധാരണമായ രീതിയിൽ വളർന്നു വന്നു. ഹല്ലേലൂയ. 3000-ൽ നിന്ന് 5000-ലേക്ക് 4-ാം അധ്യായത്തിൽ എത്തുമ്പോൾ സ്തോത്രം വന്നു. സ്തോത്രം. നിങ്ങൾ സ്തോത്രം വചനം കേട്ടവരിൽ 4:4 ഇങ്ങനെ കിടക്കുന്നേ. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. സ്തോത്രം. ഏത് കാലത്ത് കൈനീട്ടി എന്ന് നമ്മൾ ചിന്തിക്കണം. എന്താ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷെ ഹല്ലേലൂയ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ആ വിഷയത്തെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സന്തോഷം വരും. ദൈവസഭ എന്ന വികാരം അകത്തുള്ളവർക്ക് അല്ലാതെ തന്നെ ഡയറക്റ്റ് ഈ ദൂതിനകത്ത് പ്രതികരിക്കാൻ പറ്റും. സ്തോത്രം. ഏകദേശം എല്ലാവരും മയങ്ങി തുടങ്ങി എന്നുള്ളതാ, അല്ലെങ്കിൽ റിസർവ് സീറ്റിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി
എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റത്തില്ല. ഉണർവോടെ കേൾക്കണം. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് തയ്യാറാകണം, പൊരുതാൻ തയ്യാറാകണം. അതിന് ഈ സന്ദേശം. സ്തോത്രം. ഒന്നുകൂടെ സ്കർത്താവിനെ സ്തുതിച്ചേ. ശ്രദ്ധിക്കണം, എല്ലാവരും സ്തുതിച്ചില്ലേ കേട്ടോ. അടുത്ത അവസരത്തിൽ ഒരുമിച്ച് സ്തുതിക്കണേ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. 3000-ൽ നിന്ന് പുരുഷന്മാർ തന്നെ ഇപ്പൊ എത്രയായി? 5000-മായി. വചനം ഹല്ലേലൂയ വിശ്വസിച്ചു. സ്തോത്ര. ഇവിടെ വന്ന് ഹല്ലേലൂയ അതിന്റെ സ്തോത്ര 7-ാം വാക്യത്തിൽ വരുമ്പോൾ ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു. അവർക്ക് അതിശയമാണ്. ഏത് ശക്തിയാ? ഏത് നാമത്തിലാ? സ്തോത്രം. പരിശുദ്ധാത്മ ശക്തി, യേശുവിന്റെ നാമം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും യേശുവിന്റെ നാമത്തിലുമാണ് പത്രോസ് അത്ഭുതത്തെ ചെയ്തത് എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ പത്രോസ് ശക്തിയോടെ പ്രസംഗിച്ചു. തിരിച്ച് നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു കർത്താവിന്റെ നാമത്താലും അവന്റെ ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തിയാലും ഈ അത്ഭുതം നടന്നത്. നോക്കുക, സഭ ഹല്ലേലൂയ ശക്തിയോടെ പ്രാപിച്ച അഭിഷേകത്തിനൊത്തവണ്ണം ചലിക്കാൻ തുടങ്ങി. വിടുതൽ നടന്നു. പ്രതികൂലം ഹല്ലേലൂയ അപ്പോസ്തലന്മാരെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യൽ ശക്തിയോടെ മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ അവർ ധൈര്യത്തോടെ പറഞ്ഞു, യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസറേനായ യേശുവിന്റെ നാമത്തിലായത് സംഭവിച്ചത്. അവന്റെ ശക്തിയാല. സ്തോത്ര. എന്നിട്ട് ഹല്ലേലൂയ 12-ാം വാക്യം 4:12 വരുമ്പോ പത്രോസ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഇതാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഇതൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ഇതൊന്ന് മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ? സ്തോത്രം. അതിനാ ദൈവം അഭിഷേകം തന്നെ. ഒരു ബോർഡെങ്കിലും എഴുതി തൂക്കി, പണ്ട് ആശാരി ഉപദേശിയൊക്കെ ചെയ്തതുപോലെ. സ്തോത്രം. കഴുത്തെ തൂക്കിയെങ്കിലും നടക്കാൻ പറ്റിയാൽ അത് അനുഗ്രഹം. സുവിശേഷം ഇത് പറയണം. യേശുവിൽ കൂടെ അല്ലാതെ രക്ഷയില്ല. യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല. ഇതിനെതിരെ പ്രതികൂലത്തിന്റെ കാറ്റാഞ്ഞടിച്ച്, പക്ഷെ അവിടെ ശക്തിയോടെ പത്രോസ് പറഞ്ഞു. സ്തോത്രം. ജനമെല്ലാം ഇവരോട് നിന്നപ്പോ അവരെ ഹല്ലേലൂയ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് പറഞ്ഞു വിട്ടു. അവർ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ ശക്തമായ മറുപടിയെ കൊടുത്ത് 4:18 വായിക്കുമ്പോൾ പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസ് യോഹന്നാന്, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് നിങ്ങൾ വിധിപ്പിൻ. സ്തോത്രം. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ഒരു ഉത്തരം കൊടുക്കാൻ കെൽപ്പുള്ള എത്ര പേരാ ഉള്ളേ? ഞാൻ കൈപൊക്കിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ തകർന്നു പോയി. നല്ല പോർ പൊരുന്നവരുടെ കൈപൊക്കാൻ പറഞ്ഞപ്പോഴേ നിങ്ങൾ പറ. പത്രോസിനോട് പറയുക, ഈ നാമത്തിൽ അശേഷം ഉപദേശിക്കരുത്, യേശുവിനെ പറ്റി മിണ്ടരുത്. അവര് പറയുക, സ്തോത്രം, നിങ്ങളെക്കാൾ ദൈവത്തെ അനുസരിക്കണം. ആ ഏതാ വിഹിതമെന്ന് നിങ്ങൾ തന്നെ പറ. നല്ലൊരു മറുപടിയല്ലേ അത്? സ്തോത്രം. നിങ്ങൾ പറ, ഏതാ വിഹിതം? ദൈവത്തെ അനുസരിക്കുന്നതാണോ മനുഷ്യരെ അനുസരിക്കുന്നതാണോ? നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എന്നാലും നമ്മൾ പ്രസംഗിക്കത്തില്ല. പക്ഷെ അവര് ആ പട്ടണത്തെ മുഴുവൻ ആ ഉപദേശത്താൽ നിറച്ചു. അവർ ഹല്ലേലൂയ അവരെ ഒന്നും ഉപദ്രവിക്കാൻ പറ്റത്തില്ല, കാരണം ജനമെല്ലാം കൂടി നിന്നുകൊണ്ട് വിട്ടയച്ചപ്പോൾ ഹല്ലേലൂയ അവർ വന്ന് സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ വിശ്വസിച്ച് ഒരു മനസ്സോടെ എന്ന സഭയോട് കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെയാ. സ്തോത്രം. അവരെല്ലാവരും കൂടെ ഒറ്റ പ്രാർത്ഥന. സ്തോത്രം. ഒറ്റ പ്രാർത്ഥന ശക്തിയോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹല്ലേലൂയ ഇങ്ങനെയുള്ള ഈ പ്രതികൂലമുള്ളത് കൊണ്ട് നിന്റെ ദാസന്മാർക്ക് ശക്തി നൽകണം കർത്താവേ, പ്രസംഗിപ്പാൻ ശക്തി നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് പ്രതികൂലമുണ്ട്. വീഡിയോകൾ കാണുന്നു, എടുത്ത് ഫോർവേഡ് ചെയ്യുന്നു. സ്തോത്രം. കമന്റുകൾ ഇടുന്നു. എത്ര പേരാ പ്രാർത്ഥിക്കുന്നു എനിക്കറിയത്തില്ല. ദൈവസഭയ്ക്കൊരു ഉത്തരവാദിത്വമില്ലേ പ്രാർത്ഥിക്കാൻ? ദൈവസഭയ്ക്കൊരു ഉത്തരവാദിത്വമില്ലേ പ്രാർത്ഥിക്കാൻ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ദൈവത്തോട് പ്രാർത്ഥിച്ച് നന്മകൾ പ്രാപിച്ച് നമ്മുടെ ജീവിതത്തെ മാത്രം നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണേ, നമുക്കൊരു ഭാരം അതിനകത്ത് വരണം. എനിക്ക് വായിച്ച് നിൽക്കാൻ സമയമില്ല, അതാണ്ട് സമയം ഓടി അങ്ങ് പോവുക. കുറച്ച് കാര്യങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ സന്ദേശം. നിങ്ങൾ ശ്രദ്ധിച്ച് ഹല്ലേലൂയ. ഇപ്പോഴോ കർത്താവ് അവരുടെ ഭീഷണികളെ നോക്കണം. അവരുടെ പ്രാർത്ഥന അവർക്കൊന്നും ഇല്ലാത്തതിലല്ല, അത് താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. സ്തോത്രം. ഇവർ ശക്തിയോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. 31-ാമത്തെ വാക്യം, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ശക്തിയോടെ പ്രസംഗിച്ചു. ദൈവവചനം പ്രസംഗിക്കാൻ തടസ്സം നേരിട്ടു. അവർ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വല്ലാത്ത രീതിയിൽ അവരുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലെത്തി. ഹല്ലേലൂയ. ദൈവസന്നിധിയിലെത്തിയപ്പോൾ ദൈവത്തിന്റെ മഹത്വം അങ്ങോട്ട് ഇറങ്ങി. അതെന്തുകൊണ്ടെന്നറിയാമോ? പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ ഗൗരവം, സാഹചര്യത്തിന്റെ ഗൗരവം അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങി. അവർ പറയുന്നു സ്തോത്രം, എല്ലാവരും പരിശുദ്ധാത്മാവ്
നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അതെന്താ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞേ? അതാ ഒരു മനസ്സ്. കാഴ്ചക്കാരില്ല, വിധിക്കുന്നവരില്ല, പഠിക്കുന്നവരില്ല, ആമേൻ സ്തോത്രം, തർക്കിക്കുന്നവരില്ല, ഒറ്റ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വന്ന ആത്മാവ് സകലരുടെ മേലും സ്തോത്രം ഇറങ്ങി ചലിച്ചു. സ്തോത്രം. 32-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അയ്യോ, ഞാൻ എപ്പോഴും വായിക്കുന്ന ഭാഗം ഇന്നലെ വായിച്ചപ്പോ അതെങ്ങനെ ഒക്കും? അതൊക്കാത്തോണ്ടല്ലേ നമ്മളിങ്ങനെ ഇരിക്കുന്നേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും, താഴോട്ട് വായിക്കരുത്, എങ്കിൽ BP കൂടും. അതുകൊണ്ട് ആ വാക്യത്തിൽ മാത്രം നമുക്ക് നിൽക്കാം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും. അപ്പൊ അങ്ങനെ പറ്റുമോ? 100-200 പേരൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ഇതിനകത്ത് വിശ്വസിക്കുന്ന അത്രയും പേർക്ക് ഒരു മനസ്സും ഒരു ഹൃദയവും പറ്റുമോ? എന്തോ എനിക്കറിയത്തില്ല. പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ. പക്ഷെ ഇവിടെ പറ്റി അവർക്ക്. ആമേൻ. ഇതിനെതിരെ പിശാചിന്റെ ഭയങ്കര തന്ത്രം ഞാൻ കുറേ ദിവസം കൊണ്ട് പറയുന്നതാ. ഒരു മനസ്സും ഒരു ഹൃദയവും ഒരിക്കലും സമ്മതിക്കത്തില്ല. അവൻ പറയുന്ന അനുസരിച്ച് നമ്മളങ്ങ് ചെയ്തു കൊടുക്കും. നമുക്കറിയത്തില്ലല്ലോ, നമുക്കറിയാം. പിന്നെ പാസ്റ്റർ എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സത്യം, ഒരു മനസ്സും ഒരു ഹൃദയവും ഒക്കെ നമ്മൾ തമ്മിൽ ഉണ്ടാവണമെങ്കിൽ ഒരു കഷ്ണം നൂലെടുത്ത് ഇതിനങ്ങ് കോർത്ത് കെട്ടണം. എൻ്റെ ഒരു ചിന്തയാ. ഈ എന്ത് ചെയ്യണം? ഞാൻ തുന്നിക്കെട്ടണം. ഒന്നും മിണ്ടരുത്, ഒന്നും പറയരുത്. ഒരു മനസ്സ് കൃത്യമായിട്ടുണ്ടാവും. സ്തോത്രം. നിങ്ങൾ പിണങ്ങിയതുപോലെ എനിക്ക് തോന്നുക. വാസ്തവം ഞാൻ പറഞ്ഞ്, എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ പിശാച് മുറിക്കും, പിന്നെ അടുപ്പിക്കത്തില്ല. പ്രാർത്ഥന വരത്തില്ല, ഒരു മനസ്സ് പിന്നെ ഉണ്ടാകത്തില്ല. സ്തോത്രം. അവിടെ ആരാ ജയിക്കുന്നതെന്നറിയോ? പിശാച. പക്ഷെ ദൈവം നമ്മെ വിളിച്ച ഒരു ശരീരമായിട്ടിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി വായിക്കണേ, പൗലോസ് പത്രോസിന്റെ ഉപദേശം വായിക്കണേ. ഈ ഉപദേശങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറിയിട്ടും അവർ ഒരു മനസ്സോടെ എങ്ങനെയാ നിന്നേ? അവരെഴുതിയതിനല്ലേ ഞാനെടുത്ത് പ്രസംഗിക്കുന്നേ. ദൈവസഭയോട് അവര് പറഞ്ഞിരിക്കുന്ന കട്ടിയായ ദൂതുകൾ അതല്ലേ ഞാൻ പ്രസംഗിക്കുന്നേ. അത് പറഞ്ഞിട്ടും ഈ ദൈവ കുഞ്ഞുങ്ങൾ ഒരു മനസ്സോടെ നിന്നില്ലേ? അപ്പൊ എവിടെയാ തകരാറെന്ന് പറഞ്ഞാൽ, ഒരു മനസ്സ് ആമേൻ ഹല്ല് നഷ്ടപ്പെടുന്നെടുത്ത തകരാറ്. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവത്തിലെടുക്കണേ. ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഭവം, അല്ലെങ്കിൽ ഏറ്റവും സംസാരിക്കുന്ന വ്യക്തി എന്ന ചിന്തയിലാണ് ഞാൻ പറഞ്ഞത്. തെറ്റിദ്ധരിക്കേണ്ട. വാ തുറക്കാതിരുന്നാൽ വലിയ പ്രശ്നം വരത്തില്ല, വലിയ പ്രശ്നം വരത്തില്ല. പക്ഷെ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? സ്തോത്രം. പക്ഷെ സംസാരിക്കുമ്പോൾ ഒരു മനസ്സ് പോകാതെ ദൈവവചനം ശ്രദ്ധിച്ച് ആത്മാവിൽ ഏറ്റെടുത്ത് ആത്മാവിൽ സന്തോഷിപ്പാൻ കഴിയുന്ന ആത്മീക നിലയിലേക്ക് ദൈവജനം വളർന്നാൽ അത് അനുഗ്രഹമാ. അതിനൊരു ആമേൻ പറയുന്നവരൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ഇവിടെ ആമേൻ ഹല്ലേലൂയ. ഒരു മനസ്സ് വിശ്വസിച്ചവരുടെ കൂട്ടമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഏക ഹൃദയം ഏക മനസ്സും ഉള്ളവരായിരുന്നു. അടുത്ത് പറയുന്നു, ഒന്നും സ്വന്തമെന്നാരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇനി താഴോട്ട് വായിക്കുമെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഒന്നും സ്വന്തമെന്ന് അവർ പറഞ്ഞില്ല. ഇവിടെ അല്ലാത്തൊരു കാര്യം ഞാൻ പറയാമേ. പുറത്ത് നമ്മൾ ചില സഭകളിൽ പോകുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 3 ആഴ്ച ഒരു വ്യക്തി ഇരുന്ന കസാരയിൽ 4ാമത്തെ ആഴ്ച വേറൊരാൾ വന്നിരുന്നാൽ 3 ആഴ്ച ഇരുന്ന ആള് കണ്ണുരുട്ടും. ഒന്നും ഉണ്ടാകുന്നുണ്ടോ? ഞാനതാ പറഞ്ഞു, ഇതിന്റെ ആഴത്തിലോട്ടൊക്കെ പോകാൻ നമുക്ക് പറ്റും. നമുക്കിവിടെ ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റൂ. ഇവിടെ നിങ്ങൾ വായിച്ചോ, മനസ്സിലായോ? ആമേൻ. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. നമ്മളൊരു കസാര പോലും വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ നമുക്ക് ഈ ഒരു മനസ്സ് പറയാൻ പറ്റണേ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്ന മക്കളെ? സ്തോത്രം. മനസ്സൊക്കെ വല്ലാതെ വികൃതമാ പലപ്പോഴും. സ്തോത്രം. അങ്ങനെയല്ല. സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വായിക്കണം, ദൈവത്തിന്റെ വചനം ഗ്രഹിക്കണം, പണിയപ്പെടണം. സ്തോത്രം. നമുക്ക് എൻ്റെ ഒരു ചിന്ത, മറ്റുള്ളവർക്ക് തൃപ്തി വരട്ടെ എന്ന ഒരു ചിന്തയിലേക്ക്, ആശയത്തിലേക്ക് നമ്മൾ വന്നാൽ ആമേൻ സ്തോത്രം, നമ്മൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. അയ്യോ, ഞാൻ വാസ്തവത്തിൽ ഇതൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ വരുമെന്നാണ് വിചാരിച്ചു. സത്യമായിട്ട് ഞാൻ വിചാരിച്ച അങ്ങനെയാ. നല്ല സന്തോഷത്തോടെ നിങ്ങൾ എടുക്കുമെന്ന ഒരു ഏക ഹൃദയം വിശ്വസിച്ചവരുടെ കൂട്ടത്തിന്. ഇതിനകത്ത് ഒരു ഹൃദയം, എനിക്കൊരു ഹൃദയമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയമുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ കണക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. അത് പരിശുദ്ധാത്മാവിനെ പറ്റൂ. ഒരു ഹൃദയമാകാൻ പരിശുദ്ധാത്മാവിനല്ലേ പറ്റത്തുള്ളൂ.
സ്തോത്രം. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കഷ്ടത വരുമ്പോൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവന് കഷ്ടത വരുമ്പോൾ അത് ഈ കസേരയുടെ ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് പിടികിട്ടത്തില്ലയോ? ഞാൻ പണ്ട് ഒരു കൺവെൻഷന് പോയപ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് അപ്പുറത്ത് എഴുന്നേറ്റ് ഇരിക്കാൻ പറയുമ്പോൾ ഇരുന്ന് കണ്ണുരുട്ടുക. ആ സഹോദരി ഒത്തിരി പറഞ്ഞു, അടുത്ത് വന്ന ആളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാ. നമുക്കൊന്നും സ്വന്തമല്ല, വിട്ടുകൊടുക്കുന്ന മനസ്സ്. അതുകൊണ്ട് അടുത്ത് വായിക്കുന്നത് അവർ ഹല്ലേലൂയ, അവരിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. നിങ്ങളത് എടുക്കണ്ടേ, നിങ്ങൾ ബുദ്ധിമുട്ടരുത്. ആ ഭാഗം നമുക്ക് അറിയാന്നുള്ളതാ. ആർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം അവർക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു എന്നാ കിടക്കുന്നത്. അതാ ഒരു മനസ്സിലാണ്, നിങ്ങൾ വിൽക്കണ്ട. പിന്നെ ഒരു ചിന്ത ഞാൻ പറയാം, ദയവായിട്ട് നിങ്ങൾ കണ്ടെത്തി നിൽക്കുന്ന ഒരു ആഞ്ഞിലി പോലും വിറ്റുകൊണ്ട് വരണ്ട. ഞാൻ ഉള്ള കാര്യം പറയാം, അത് പ്രസംഗിക്കുന്നത് ചിന്തിക്കരുത്. ഒരു ആഞ്ഞിലി പോലും നിങ്ങൾ വിറ്റുകൊണ്ട് വരണ്ട. ഇനി ആർക്കെങ്കിലും വിൽക്കാൻ തോന്നിയാൽ നിങ്ങൾ വിറ്റു, അതല്ല ഞാൻ പറഞ്ഞു. ആ ഉദ്ദേശത്തിലല്ല പ്രസംഗം. പക്ഷേ ഹല്ലേലൂയ, എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും കവറൊന്നും ഇവിടെ ഇടവരരുത്. സ്തോത്രം. അതുകൊണ്ട് കവർ ബാക്കിൽ അടിച്ചു വെച്ചത്. നിങ്ങൾക്ക് ദൈവം തരുന്ന നന്മയിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് നല്ല മനസ്സോടെ എന്ത് ചെയ്യുക, കൊടുക്കുക. അവിടെ അവർ ചെയ്തത് അവർ വിറ്റെല്ലാം കൊണ്ടുവച്ചു. പക്ഷെ അവരുടെ മനോഭാവം, ആ മനോഭാവത്തിലേക്ക് വന്നാൽ, ദൈവസഭയെക്കുറിച്ച് ചിന്ത വന്നാൽ, മറ്റുള്ളവരെ കുറിച്ച് ചിന്ത വന്നാൽ, നിങ്ങൾക്ക് ഹല്ലേലൂയ ദൈവം തരുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല മനസ്സോടെ ചെയ്യുക. അതിനെക്കുറിച്ചൊരു സംസാരം ദൈവസഭയ്ക്കകത്ത് വരരുത്. ഞാൻ പറഞ്ഞ ആശയം പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ആവശ്യങ്ങൾ വരുമ്പോഴൊക്കെ മുറയിടുന്ന അനുഭവങ്ങൾ വരാതെ നിങ്ങളത് ചെയ്താൽ വലിയ സന്തോഷമാണ്. സ്തോത്രം. അവിടെ വച്ചിട്ടുണ്ട്, അധികം എടുത്തുകൊണ്ട് പോകരുത്. അടുത്ത ആഴ്ച ഇത് വിറ്റ പൈസയിൽ നിന്ന് കിട്ടുന്ന സാധനമല്ല ഈ കവറ്. അതുകൊണ്ട് ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോവുക. ഇത് കയ്യിരുന്ന് കളഞ്ഞു പോകുന്ന പറഞ്ഞാൽ 5 എണ്ണം കൂടുതലൊന്നും എടുക്കരുത്. അതും പൈസ കൊടുത്ത് ചെയ്യുന്ന സാധനമാണ്. ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോവുക. നിങ്ങൾക്ക് തരുന്ന നന്മയെ കൊണ്ട് നിങ്ങൾ ഏൽപ്പിക്കുക. അത് അനുഗ്രഹമാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു മനസ്സ്, ഒരേ ഹൃദയം വരുമ്പോഴാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഈ സഭയെ നമ്മൾ സല്യൂട്ട് ചെയ്യണം. അങ്ങനെ അവര് ഹല്ലേലൂയ മുമ്പിലേക്ക് പോയത്. അവർ ഹല്ലേലൂയ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ നിന്നതുകൊണ്ട് ഹല്ലേലൂയ ദൈവസഭ വളർന്നു വന്നത് നമുക്ക് കാണുവാൻ പറ്റും. സ്തോത്രം. 5-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച അനന്യാസ് സഭീറയുടെ അന്ത്യം നമുക്ക് കാണാം. അടക്ക ശുശ്രൂഷ നമുക്ക് കാണാം. സ്തോത്രം. അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അടുത്ത് ഹല്ലേലൂയ, ഞാൻ ഈ പറയുന്നതിൻ്റെ കണക്ഷൻ പോകരുത്. 6-ാം അധ്യായം 1-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പുറപുറത്തു. അന്നും ഇന്നുമുള്ള പ്രശ്നം ദൈവസഭയ്ക്കകത്ത് ഇതുണ്ട്. ദൈവസഭയ്ക്കകത്ത് ശത്രു കൈനീട്ടും. ദൈവസഭ വളർന്നു. ഇവിടെ എഴുതിയ ഒരു വാക്ക് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ നമുക്കൊരു പ്രത്യേകത ഉണ്ട് ചിലർക്ക്. ഈ ദൈവദാസന്മാർ പ്രസംഗിക്കാൻ കുറിവാക്കി എടുക്കുമ്പോൾ അധ്യായം മൊത്തം വായിച്ചു കളയും. അപ്പോൾ പഠിക്കും അധ്യായം മൊത്തം. അത് വീട്ടിൽ ചെന്നിരുന്നാണ് അങ്ങനെ തന്നെയൊന്ന് പരിശോധിക്കേണ്ടത്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ആ കാലത്ത് കിടക്കുന്ന അവിടെ ശിഷ്യന്മാർ പെരുകി. നമുക്ക് ഇന്നത്തെ പ്രശ്നം എന്നാണെന്നറിയാം, വിശ്വാസികളാണ് പെരുകുന്നേ. ഭയങ്കര വിശ്വാസം. സ്തോത്രം. നിങ്ങളുടെ ചർച്ചയിൽ വന്ന കിട്ടും. എന്ത് കിട്ടും? നിന്റെ ആവശ്യം നടക്കും. അങ്ങനെ വരുന്ന ആവശ്യങ്ങൾ സാധിച്ചു പോകുന്ന കുറച്ച് വിശ്വാസികളാ പെരുകുന്ന. ശിഷ്യർ പെരുകുന്നില്ല, ശിഷ്യഗണം വർദ്ധിക്കുന്നില്ല. സ്തോത്രം. ഒരു പാസ്റ്ററും കുറെ വിശ്വാസികളും. സ്തോത്രം. ശിഷ്യരെങ്കിൽ എന്ത് ചെയ്യും? ശുശ്രൂഷിക്കും. ശിഷ്യന്റെ മനസ്സുണ്ടെങ്കിൽ ശുശ്രൂഷിക്കും. അവർ ത്യാഗം സഹിക്കും. ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത, അവർ ശിഷ്യരായിരുന്നു. കാരണം കർത്താവ് പറഞ്ഞത് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. നിങ്ങളുടെ പ്രശ്നം മാറുമെന്ന് പറഞ്ഞ് വിളിക്കുന്നത് പ്രശ്നം മാറ്റി വീട്ടിൽ പറഞ്ഞു വിടാനല്ല, ശിഷ്യരാകാനാ. സ്തോത്രം. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ച ഒരു മുഴമാറ്റം എത്ര ദിവസം ഉപവസിച്ചിട്ടാ പ്രാർത്ഥിക്കുന്നത്? ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് കീറി കളയില്ലേ അവർ. പിന്നെ നമ്മൾ പേടിയുണ്ടല്ലേ പോവാതെ. പിന്നെ നമ്മളിങ്ങനെ വെള്ളം കുടിക്കാതിരിക്കാനുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെയല്ലേ വന്ന് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ തലം അങ്ങ് മാറണം. സ്തോത്രം. നമ്മൾ ശിഷ്യഗണത്തിലാകണം. വിശ്വാസം അസാധാരണമായി ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചിട്ട് കർത്താവിനെ പിൻപറ്റുന്നവരാകണം. അല്ലേ? കർത്താവിൻ്റെ ശിഷ്യന്മാർ, പുറകെ നടക്കുന്നവർ, യേശുവിനെ അനുഗമിക്കുന്നവരായി നമ്മൾ മാറണം. സ്തോത്രം. അവിടെ പെരുകി വന്നപ്പോൾ പ്രശ്നം വന്നു. സ്തോത്രം. നിങ്ങൾ വായിച്ചല്ലോ, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വന്നു. നമ്മുടെ സഭയിൽ പെരുക്കമുണ്ടോ? എന്താ തകരാറ്? സ്തോത്രം. പ്രാർത്ഥിക്കണം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്താൽ നല്ലതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലന്മാർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി അവർ തീരുമാനം പറഞ്ഞു, ഞങ്ങൾ മേശമേൽ ശുശ്രൂഷിക്കത്തില്ല,
നിങ്ങൾ ചെയ്യണം. എന്നിട്ട് 7 പേരെ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിച്ചു. കൂട്ടത്തിനൊക്കെ ബോധ്യമായി. 7 പേരെ പ്രാർത്ഥിച്ച് എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ഹല്ലേലൂയ 7-ാം വാക്യം അത്രയും അവർ ചെയ്തപ്പോൾ, ഇത് നിങ്ങൾ പിടിക്കുന്നോ എന്ന് എനിക്കറിയത്തില്ല, അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ 7-ാം വാക്യം, ദൈവവചനം പരന്നു. അല്ലെങ്കിൽ തമ്മിൽ തല്ലി കിടക്കുക സഭ, അടി വഴക്ക്, സ്തോത്രം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം സഭയ്ക്കകത്ത്. ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രശ്നമാണ്. എൻ്റെ ആൾക്കാരെ നേരെ പരിഗണിച്ചില്ല, അവരെ ആൾക്കാരെ പരിഗണിച്ചു. സ്തോത്രം. ആ പ്രശ്നം പരിഹരിക്കാൻ അവരൊരു തീരുമാനത്തിലെത്തി. ആ തീരുമാനം മൊത്തം അങ്ങ് അംഗീകരിച്ചു. സ്തോത്രം. അതെന്നാ തീരുമാനം? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒന്നുമില്ല. അതാ ദൈവത്തിന്റെ സഭ അംഗീകരിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു ദൈവവചനം വരുന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും അത് ഞാൻ പറഞ്ഞേട്ടോ, ഇത് ഇവിടെ പറയേണ്ട ദൂതൊന്നുമല്ല. 6-ാം അധ്യായം 1-ാം വാക്യം പറഞ്ഞു, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ പ്രശ്നം ആരംഭിച്ചു. പ്രശ്നത്തിന്റെ പരിഹാരം ദൈവസഭയിൽ വരുത്തി. 7-ാം വാക്യം 1-ാം വാക്യത്തിൽ ശിഷ്യന്മാർ പെരുകി എന്ന് പറഞ്ഞു. 7-ാം വാക്യത്തിൽ പറയുന്നു ശിഷ്യന്മാരുടെ എണ്ണം പെരുകി എന്നല്ല, ഏറ്റവും പെരുകി. സ്തോത്രം. ഞാൻ പറയട്ടെ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ഒരുമിച്ച് പരിഹരിച്ച് ഒരു മനസ്സോടെ നിന്നാൽ ശത്രുവിന് തകർക്കാൻ പറ്റത്തില്ല, ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ല. അവിടെ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. സ്തോത്രം. നമുക്ക് ഇതിനകത്തൊരു വലിയ പെരുക്കം വരണം, വലിയ വളർച്ച വരണം. അതിന് ദൈവസഭ ഒരു മനസ്സോടെ നിന്ന് മനസ്സോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കർത്താവ് നമ്മെ ഏറ്റവും മാനിപ്പാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇതിന്റെ ഹല്ലേലൂയ ആഴം നിങ്ങൾക്ക് ആത്മാവിൽ ഗ്രഹിക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മൾ അതിന് തയ്യാറാകത്തുള്ളൂ. കാരണം ദൈവത്തിന്റെ സഭ അത് വളരണം. ഇത് കർത്താവിൻ്റെതാണ്. അതിനുവേണ്ടി കർത്താവ് ജീവൻ തന്നു. ജീവനെ തന്ന കർത്താവിന്റെ ശിഷ്യന്മാരായി നമ്മൾ ഉറങ്ങാൻ പാടില്ല. ഹല്ലേലൂയ. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. വെറുതെ ഇരുന്ന് ഹല്ലേലൂയ കാലം പോക്കാനുള്ളതല്ല, ആത്മാവിൽ പോരാടാനുള്ളതാണ്. അല്പസമയമുള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആത്മാവിടുന്നത് ഗ്രഹിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ശക്തിയോടെ ഹല്ലേലൂയ സാക്ഷിയാകാനായിട്ട് പറ്റത്തുള്ളൂ. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ ദൈവസഭയെക്കുറിച്ച് കുറച്ചുകൂടെ കരുതൽ വന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് ഒരു പരാജയത്തിലേക്ക് നമ്മൾ പോകുന്ന മേഖല അതാണ്. ദൈവസഭയെക്കുറിച്ച് നമുക്ക് ഹല്ലേലൂയ കരുതലില്ല. സ്തോത്രം. ഈ ജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഒരുമിച്ചിരുന്ന് ഉപവസിക്കും, ഒരു പ്രശ്നത്തിൽ ഒരുമിച്ച് കരയും. സ്തോത്രം. എന്താ പ്രശ്നം എന്നറിയോ? അവർക്ക് 1-ാം സ്ഥാനം സഭയാ, അതിൻ്റെ താഴെയാ ബാക്കി. നമുക്ക് ഹല്ലേലൂയ സഭയ്ക്ക് ഏറ്റവും താഴെ സ്ഥാനവും ബാക്കി എല്ലാ കാര്യവും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു 1-ാം സ്ഥാനം യേശുവിനും 1-ാം സ്ഥാനം കർത്താവിൻ്റെ സഭയ്ക്കും നമ്മൾ കൊടുത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഉറപ്പായിട്ടും തലമുറ അനുഗ്രഹിക്കപ്പെടും. അത് നിങ്ങൾ ഹല്ലേലൂയ ആ ഒരു സിസ്റ്റം നിങ്ങൾ പിന്തുടർന്ന് നോക്കി, ഉറപ്പായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവ് നമ്മളെ പണിതെടുക്കും. അല്ലാതെ തകർച്ചയ്ക്ക് എല്ലാം ആധാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ ഹല്ലേലൂയ വിട്ടുകളഞ്ഞതാണ്. സ്തോത്രം. വിട്ടുകളഞ്ഞതാണ്. ഓടി മുമ്പിലേക്ക് വരട്ടെ. കുറിവാക്യത്തിൽ വന്ന് എനിക്ക് അവസാനിപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സമയം ഒത്തിരി മുമ്പിലേക്ക് പോവുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഏറ്റവും പെരുകി. സ്തോത്രം. ഒരുമിച്ച് ഹല്ലേലൂയ ഒരു ആലോചനയിൽ, ഒരേ പ്രാർത്ഥനയിൽ നിൽക്കണേ, ദർശനത്തോട് ചേർന്ന് നിൽക്കണേ. അത് അനുഗ്രഹമാണ്. സ്തോത്രം. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്തെഫാനോസിനെ എന്ത് ചെയ്തു? ഒറ്റ പ്രസംഗം, പുള്ളിയെ കല്ലെറിഞ്ഞ് കൊന്നു. ഇത് സഭയ്ക്കകത്ത് നടക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിന്റെ മധ്യത്തിൽ നടക്കുന്നതാണ്. അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് തിരിച്ചറിയണം. 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. സഭ എന്ത് ചെയ്തു? ചിതറിപ്പോയി. പ്രാർത്ഥിക്കുന്നവർ ചിതറുമോ? മക്കളെ, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണോ ഇരിക്കുന്നത്? ചില മെസ്സേജൊക്കെ പറയുമ്പോൾ വലിയ പ്രയാസം, കാരണം അത് അങ്ങോട്ട് കണക്റ്റ് ആകുന്നില്ല. പക്ഷെ വേറെ ചിലത് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൈയടിച്ച് അങ്ങ് വല്ലാതെ, ഇത് രണ്ടും കൂടെ ഒത്തുപോകത്തില്ല കേട്ടോ. സ്തോത്രം. എന്തിനാ അന്ന് കൈയടിച്ച്, എന്തിനാ ദൂത് കേട്ട്? ഈ സംഭവം നടക്കാനല്ലേ. വാസ്തവത്തിൽ സത്യം ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളെ ഹൃദയത്തെ ഹല്ലേലൂയ വകഞ്ഞു മാറ്റാൻ വിട്ടുകൊടുക്കരുത്. ഇത് ഹൃദയത്തിൻ്റെ അകത്ത് വീഴണം. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഇത് എഴുതി നമുക്ക് തന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചേ. 7-ാം അധ്യായത്തിൽ വന്നപ്പോൾ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. അല്ലാതെ ദൈവസഭ എന്ന് പറഞ്ഞാൽ അതിന് തകർച്ച വരത്തില്ല, അത് പൊളിക്കത്തില്ല. അതൊന്നും അല്ല ചിന്ത വരേണ്ടേ. ആദ്യ നൂറ്റാണ്ട് തൊട്ടേ ദൈവസഭയ്ക്ക് നേരിട്ട ഉപദ്രവം ശക്തമാണ്. പ്രാർത്ഥിക്കാതിരുന്നിട്ടല്ല, ഉപവസിക്കാതിരുന്നിട്ടല്ല, പ്രാർത്ഥിക്കാത്ത അഭിഷക്തന്മാരെ അല്ല പിടിച്ചത്, അവരല്ല അവർ കൊണ്ടത്. അവർ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ടും സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. നാളെയുടെ നീളെ ഒരു ഉപദ്രവം നേരിട്ടാൽ സഭ നിലനിൽക്കണം. സ്തോത്രം. കല്ലെറിഞ്ഞപ്പോൾ ജനം എന്ത് ചെയ്തു? പിടിച്ചു നിൽക്കാൻ പറ്റാതെ ചിതറി ഓടി. പക്ഷെ അവർ ശിഷ്യരായിരുന്നു, അവരെ സമ്മതിച്ചേ പറ്റൂ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, വായിക്കുന്നില്ല. ചിതറിപ്പോയവരെന്ത് ചെയ്തു? ചിതറിപ്പോയവർ എന്നെ എടുത്തു. മക്കളെ, ചിതറിപ്പോയവർ എന്നെ എടുത്തു.
ഒന്നും എടുത്തില്ല. സ്തോത്രം. അതുകൊണ്ടല്ലേ നമ്മളൊന്നും എടുക്കാത്തേ. നിങ്ങൾ വായിക്കണേ, ചിതറിപ്പോയവർ വചനം പ്രസംഗിച്ചെന്ന്. ചിതറിപ്പോയ വിശ്വാസികൾ എന്ന് ഞാൻ പറയുന്നില്ല, ശിഷ്യർ വചനം പ്രസംഗിച്ചു. എൻ്റെ ഒരു ചോദ്യം, അങ്ങനെ പറ്റുമോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് ലാഘവത്തോടെ അല്ലെങ്കിൽ ഒരു ഗൗരവമില്ലാത്ത മെസ്സേജാണ്. പക്ഷെ നിങ്ങൾ പറ, നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റാത്തതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിലകളിൽ പണിയപ്പെടുന്നില്ല. സ്തോത്രം. ഇത് പൊളിഞ്ഞാൽ അടുത്ത സഭ, ആ ദൈവദാസൻ പോയാൽ അടുത്ത ദൈവദാസൻ. സ്തോത്രം. നമുക്ക് നമ്മുടെ കാര്യം കണ്ടാ മതി. ഇവരുടെ മനസ്സ് മുഴുവൻ ദൈവസഭയാ, ദൈവരാജ്യമാ. ആമേൻ. കൺമുമ്പിൽ നിന്ന് ശക്തിയോടെ ജ്വലിച്ചു നിന്ന അഭിഷക്തനെ കല്ലെറിഞ്ഞു കൊന്നു. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ പട്ടിയെ കൊല്ലുന്നത് പോലെ എറിഞ്ഞു കൊന്നു. പക്ഷെ അവിടെ സേവാനോസിന്റെ മുഖം ആമേൻ ദൂതനെ പോലെ പ്രകാശിച്ചു. മറ്റവർ പല്ല് കടിച്ചിട്ട് എറിഞ്ഞ പ്രസംഗം കേട്ട് പല്ല് കടിച്ചിട്ട് എറിഞ്ഞപ്പോ ആമേൻ അഭിഷക്തന്റെ മുഖം പ്രകാശിച്ചു. സ്വർഗത്തിൽ കർത്താവ് എഴുന്നേറ്റ് വന്നു. ചരിത്രത്തിൽ. സ്തോത്രം. എന്റെ വിഷയം സല്യൂട്ട് ചെയ്തെന്നാണ് ആത്മാവ് അങ്ങ് എത്തിയപ്പോ, മോനെ കയറി വാടാന്ന് പറഞ്ഞാണ്. സ്തോത്രം. കാരണം അത്ര വെടിപ്പോടെ ശക്തമായ ഒരു പ്രസംഗം. ആ ആത്മാവിന്റെ ചലനം വ്യത്യസ്തമാണ്. ഇന്നുള്ള ആത്മചലനമല്ല ആദ്യ നൂറ്റാണ്ടിൽ നടന്നത്. വ്യക്തമാണ്. സ്തോത്രം. കാരണം പ്രതിസന്ധികളിൽ ആ ജനം കുലുങ്ങിയില്ല. എന്നെ അത്ഭുതപ്പെടുത്തി. ഇതെങ്ങനെയാ പറ്റുന്നത്? ഈ പ്രശ്നം നടന്ന് ഓടുന്ന ഓട്ടത്തിൽ വചനം പറഞ്ഞുകൊണ്ട് ഓടുന്ന ഓട്ടത്തിൽ. സ്തോത്രം. ആമേൻ. അവിടെയാ ഫിലിപ്പോസ് ശമരിയെ ചെന്ന് വചനം പറഞ്ഞു. എന്ത് സംഭവിച്ചു? ഒരു പട്ടണം മുഴുവൻ പിടിച്ചു. വായിക്കാൻ സമയമില്ല, നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാ. അവിടെ എഴുതിയിരിക്കുന്നു, അങ്ങനെ ആ പട്ടണത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. യെരുശലേമിൽ കരച്ചിൽ സഭയ്ക്ക്. ആ സഭ യെരുശലേമിൽ രക്ഷിക്കപ്പെട്ടവൻ കരഞ്ഞും കൊണ്ട് ഓടിയപ്പോൾ അപ്പുറച്ച് ഒരു പട്ടണം ഒരുമിച്ച് സന്തോഷിക്കുക. മന്ത്രവാദി ഉൾപ്പെടെ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ ദൈവം നടത്തി. ഷണ്ണന്റെ സ്നാനം വഴിയിൽ നടത്തും. അവിടെ നിന്ന് അസ്തോദിലേക്ക് ശുശ്രൂഷയ്ക്കായി നിയോഗം കൊണ്ടുകൊടുത്തു. ആമേൻ. ഒറ്റ ചിതറലിൽ ഒരു പ്രശ്നം ഒരു വശത്ത് ആമേൻ ഹല്ലേലൂയ ഒരുങ്ങി വന്നപ്പോൾ തന്നെ മറുവശത്ത് ദൈവത്തിന്റെ സഭ പോണുണ്ടോ? സ്തോത്രം. പ്രിയരെ, പ്രാർത്ഥിച്ച വലിയ കാര്യം നടക്കും. നിങ്ങളൊന്ന് മനസ്സ് വെച്ച വലിയ കാര്യം നടക്കും. ഞാൻ എൻ്റെ മരണം വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഹല്ലേലൂയ കണക്ക് വെക്കേണ്ട നിങ്ങളാ, അല്ലയോ? പൗലോസ് പറയുന്നില്ലേ എഫെസോസിൽ നിന്ന് പോയപ്പോൾ, ഞാനെല്ലാം പറഞ്ഞു, ഇനി നാശത്തിന് നിങ്ങളാ ഉത്തരവാദി. പൗലോസ് അത് പറഞ്ഞാൽ പോണം. അതൊക്കെ എനിക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്ന കാര്യം. സ്തോത്രം. ഞാൻ ഈ മെസ്സേജ് ഇടയ്ക്ക് ദൈവം തരുന്നത് സഭ എന്ന് പറഞ്ഞ് പറയുക, വളർച്ച. നമ്മൾ ഹല്ലേലൂയ ഒരു ദിവസം കണക്ക് വെക്കണ്ടേ? നിങ്ങൾ വെക്കും. നിങ്ങൾ ഇനി എന്നെ തെറ്റിത്തെറിച്ച് പോയാലും ദൈവസനി കണക്ക് വെക്കണ്ടേ? പക്ഷെ ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ, ഒരുമിച്ച് ഏക മനസ്സോടെ നിന്നാലോ ഈ പട്ടണത്തിൽ ദൈവരാജ്യം വിശാലമാകും. അത് ഈ തലമുറയിൽ അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്വാർത്ഥതയുടെ കണ്ണിൽ കാണരുത്. ഞാൻ എനിക്ക് വേണ്ടി അല്ല ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് നന്നായിട്ടറിയാം. ഈ തലമുറയിൽ കണ്ടില്ലെങ്കിൽ അടുത്ത തലമുറയിൽ കാണണം. ഒരു അടിസ്ഥാനം ഇടണം. ദൈവസഭ ആ നിലയിൽ തഴയ്ക്കണം. ഒരുപാട് പോരാട്ടമുണ്ട്, പക്ഷെ അതിജീവിക്കണം. കാരണം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ സഭ തകർന്ന ചരിത്രമില്ല. സ്തോത്രം. 8-ാം അധ്യായത്തിൽ കയറുമ്പോൾ ഒരു ചിതറൽ സംഭവിച്ചപ്പോൾ മറ്റൊരു പട്ടണം മുഴുവൻ ക്രിസ്തുവിൻ്റെതായി. എന്റെ ചോദ്യം, നമുക്ക് വരുന്ന ഒരു കഷ്ടം, നമുക്ക് വരുന്ന ഒരു ശോധന, നമുക്ക് വരുന്ന ഒരു ഹല്ലേലൂയ തിരിച്ചടി എവിടെയെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടോ? അതോ നമ്മളും കരഞ്ഞ് പിന്മാറുന്നുണ്ടോ? സ്തോത്രം. നമുക്ക് വരുന്ന കഷ്ടത, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം മറ്റൊരാൾക്ക് സന്തോഷമാകുന്നെങ്കിൽ നമ്മൾ ശിക്ഷ്യരാ, നമ്മൾ ദൈവമക്കളാ. അവിടെ സുവിശേഷം പറയാൻ പറ്റുന്നോ? തൊണ്ടയിടറാതെ യേശുവിനെ നല്ലവനെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? പിന്മാറാതെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ചുവടുവെച്ച് ശക്തിയോടെ ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. അല്ലെങ്കിൽ പ്രാപിച്ച അഭിഷേകവും നമ്മുടെ അകത്ത് കിടക്കുന്ന വിശ്വാസവും ഒന്ന് പരിശോധിക്കണം. ഏക മനസ്സാ ഇവരെ ബലപ്പെടുത്തുന്നത്. ആ ഒരു മനസ്സോടെ നിന്ന് കൂട്ടത്തിൽ നിന്ന് അഭിഷക്തൻ കല്ലേറിനാൽ ഛേദിക്കപ്പെട്ടു. ഭക്തിയുള്ളവർ അടക്കം ചെയ്ത് വിലാപം കഴിച്ചിരിക്കാൻ അവർക്ക് സമയമില്ല. നാട് വിട്ട് ഓടേണ്ടി വരിക. പക്ഷെ ചെന്നടം മുഴുവൻ സുവിശേഷിച്ചുകൊണ്ട് ഓടിയപ്പോൾ ഞാൻ പറയട്ടെ, ഒരു പട്ടണം മുഴുവൻ ക്രിസ്തുവിൻ്റെതായി. ഒരു ഹല്ലേലൂയ ഒരു ധനകാര്യ മന്ത്രിയുടെ സ്ഥാനം നടന്നു. അസ്തോദിൽ സുവിശേഷത്തിനായി പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. സ്തോത്രം. 9-ാം അധ്യായത്തിൽ കയറുമ്പോൾ ദൈവസഭയെ ഉപദ്രവിച്ച് നടുക്കിയവനെ തമ്പുരാൻ തൊട്ടു. സ്തോത്രം. അതിനൊക്കെ ഒരു നല്ല ഹല്ലേലൂയ പറയേണ്ട, ഭയങ്കര എരിവകത്ത് കയറേണ്ട വിഷയം. സ്തോത്രം. ദൈവസഭയെ തകർത്തവനെ തമ്പുരാൻ തൊട്ടു. നിങ്ങൾ സഭയുടെ ചരിത്രം പഠിക്കണം. സഭയുടെ ചരിത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. അന്നും ഇന്നും ദൈവസഭയെ ദൈവം സൂക്ഷിച്ചത് അസാധാരണമായിട്ടാ. ദൈവസഭ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തെല്ലാം പ്രതിസന്ധിയാണ് നടക്കുന്നത്.
ഈ പ്രതിസന്ധിയുടെ നടുവിൽ ആമേൻ ഹല്ലേലൂയ സഭയ്ക്കെതിരെ ക്രൂരത്വം നിശ്വസിച്ചുകൊണ്ട് ആമേൻ സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ തടവിലാക്കി കൊല്ലാൻ പറ്റുന്നവരെല്ലാം കൊന്നുകൊണ്ട് ഒരുത്തൻ വരിക, കുതിരപ്പുറത്ത് കയറി ആമേൻ ഒറ്റ അടി അടിച്ചു ദൈവം. സ്തോത്രം. ദൈവസഭയ്ക്കെതിരെ നിന്നവനെ ഒറ്റയടി നിലത്ത് വീണു. നീ ആരാകുന്ന കർത്താവ്, അത് ഗുണത്തിനായി എന്നുള്ളതാ. നീ ആരാകുന്ന കർത്താവേ? ഞാനിത് പറയുമ്പോൾ എൻ്റെ അകം കത്തിയാ പറയുന്നേ. ഇതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് വിശ്വസിക്കണമെങ്കിൽ, അകത്തെരു വരണമെങ്കിൽ, നിന്റെ ഹല്ലേലൂയ ഹൃദയവും നാഡി നരമ്പൊക്കെ വികസിക്കണമെങ്കിൽ നീ സഭയ്ക്കകച്ചായിരിക്കണം. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾ ഈ സഭയിലുള്ളവരല്ലേ? അറിയാം, എനിക്കറിയാം, രജിസ്റ്ററിലൊക്കെ പേരുണ്ട്. അതല്ല, ക്രിസ്തുവിന്റെ സഭ. ഈ തത്വം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഉണർവോടെ പ്രാർത്ഥിക്കണം. ഒരു കൂട്ടം ജനം ചുമൽ കൊടുത്ത് ദൈവസഭയ്ക്ക് വേണ്ടി നിന്നാൽ, ആമേൻ സ്തോത്രം, ഏത് പ്രതിനാലും ഒരുത്തന്റെ കഴുത്തറുത്ത് കൊന്നാലും ദൈവസഭ തകരച്ചില്ല. മറ്റൊരുത്തനെ കല്ലെറിഞ്ഞു കൊന്നാലും ദൈവസഭ തകരച്ചില്ല. ഇനി ഒരുത്തനെ കൊല്ലാമെന്ന് പറഞ്ഞ് പൂട്ടിയാലും ദൈവ രാജ്യത്തിന് കോട്ടം വരച്ചില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവഹിതമല്ലാതെ ഒരുത്തൻ ദൈവസഭയ്ക്കെതിരെ ആമേൻ എഴുന്നേറ്റ് നിൽക്കാമെന്ന് തോന്നിയാൽ അവൻ ചലിക്കണമോ വേണ്ടെന്ന് ദൈവം തീരുമാനിക്കും. എന്താ ഞാൻ പറഞ്ഞതെന്നറിയാമോ? നീ പാർക്കുന്ന ദേശം, നീ പാർക്കുന്ന രാജ്യം, നീ വസിക്കുന്ന രാജ്യത്തിൽ ഉറ്റുനോക്കണം. നീ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിക്കണം. ഇനി ഒന്നും ദൈവത്തിന് കഴിയത്തില്ലെന്നല്ല വിശ്വസിക്കേണ്ടത്. ഇനി ഒന്നും ദൈവം ചെയ്യത്തില്ലെന്നല്ല വിശ്വസിക്കേണ്ടത്. ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് നിഷ്ക്രിയരാകരുത് ദൈവത്തിന്റെ സഭ. ഒരുത്തൻ ക്രൂരത്വം വിശ്വസിച്ച് എഴുന്നേറ്റാൽ, ദൈവസഭയെ തകർക്കാമെന്ന് വെല്ലുവിളിച്ചാൽ, അത് ദൈവം അനുവദിച്ചില്ലെങ്കിൽ നടക്കത്തില്ല. ഏത് ശക്തനെയും വീഴിക്കാൻ പറ്റുന്ന ഒരു സർവശക്തൻ ഈ സഭയ്ക്ക് തലയായിട്ടുണ്ട്. ഹല്ലേലൂയ. കരമടിക്കുന്നെങ്കിൽ നന്നായി ശക്തിയോടെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക. ഞാൻ ഈ ദൂത് പറയുമ്പോൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എതിർക്കുന്നവനെ തകർക്കുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെടും. ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്. എനിക്കെതിരെ, നിനക്കെതിരെ, സഭയ്ക്കെതിരെ ആമേൻ പ്രാർത്ഥിക്കുന്നവനെതിരെ, ഉപവസിക്കുന്നവനെതിരെ ആമേൻ ഹല്ലേലൂയ ശക്തിയോടെ നിൽക്കുന്ന നിനക്കെതിരെ ആമേൻ വല്ലാതെ കണ്ട് വായ് തുറക്കുന്ന, വല്ലാതെ കണ്ട് എതിരിടാൻ നിൽക്കുന്നതിനെ തൊടുവാൻ പറ്റുന്ന ഒരു കരം എന്റെ ദൈവത്തിനുണ്ടെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നെങ്കിൽ ഏക മനസ്സോടെ സഭ പ്രാർത്ഥനയിൽ തുടരുക, പ്രാർത്ഥനയിൽ തുടരുക, പ്രാർത്ഥനയിൽ തുടരുക, പ്രാർത്ഥനയിൽ തുടരുക. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ പ്രതീക്ഷ ഒരിടത്തും പോകരുത്. എൻ്റെ മനസ്സിനകത്തൊരു വലിയ ഭാരം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് ചിലതൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ അറിയാം. ഞാൻ പിന്നെ വീട്ടിൽ ചെന്നിരുന്നിട്ടൊക്കെ ഞാൻ ചിന്തിക്കും. നിങ്ങളെ ശ്രദ്ധിക്കണേ, ഒരു മനസ്സോടെ ഇത്രയും പേർ നിന്ന് പ്രാർത്ഥിച്ചാൽ അസാധാരണ മാറ്റം നടക്കും. ഒരുത്തനും അങ്ങനെ ദൈവം അനുവദിക്കാതെ ഇടിച്ചു കയറാൻ പറ്റത്തില്ല. എൻ്റെ തല പോകാൻ ദൈവം അനുവദിച്ചാൽ മാത്രം അത് ദൈവസഭയ്ക്ക് പ്രയോജനമെങ്കിൽ ഞാൻ വീഴുന്നത്, ദൈവസഭയ്ക്ക് പ്രയോജനമെങ്കിൽ വീഴാൻ ഞാൻ തയ്യാറാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഞാൻ കുറെ കാലം ജീവിച്ചിരുന്ന് കുറെ പ്രസംഗങ്ങൾ നടത്തുന്നതിനേക്കാൾ ഇന്ന് മരിക്കുന്നതാണ് പ്രയോജനമെങ്കിൽ ഇന്ന് മരിക്കാൻ തയ്യാറാ. കാരണം അതാണ് ദൈവസഭയ്ക്ക് പ്രയോജനമെങ്കിൽ അതാ നടക്കേണ്ടത്. അവിടെ സഭ നിഷ്ക്രിയരാകരുത്, സഭ മൗനമാകരുത്, സഭ പിറുപിറുക്കാൻ തുടങ്ങരുത്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഓട്ടം പൂർത്തിയാക്കാൻ തക്കവണ്ണം മുമ്പോട്ട് കുതിക്കണം. അതിനുള്ള അഭിഷക്തരും പ്രാർത്ഥിക്കുന്നവരും ദൈവസഭയ്ക്കകത്തുണ്ടാകണം. സ്തോത്രം. അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മെസ്സേജിനോട് ഇത് ചേർത്ത് വെക്കണം, ഓട്ടം തികയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇടറിപ്പോകും. പ്രാർത്ഥിക്കുന്ന ഒരാളിന് എന്തോ വരുമ്പോൾ അപ്പോ എന്നല്ല പറയണ്ടേ, അയ്യോ എന്നല്ല പറയണ്ടേ. നമ്മൾ പറയത്തില്ല, രഹസ്യത്തിൽ പറയും. ഭയങ്കര പ്രാർത്ഥിക്കുന്നവരല്ലേ, അവർക്കല്ലേ ഈ കഷ്ടമെല്ലാം. അങ്ങനെ ചിന്തിച്ച ഈ സഭ മുമ്പിലേക്ക് പോവും. ഏറ്റവും ഓപ്പോസിറ്റവന്റെ കഴുത്ത ഒന്നാമത് അർത്ഥത്തെ സഭ മുമ്പോട്ട് പോവും. ശരിയായിട്ടുള്ള വിശ്വാസം ഇല്ലെങ്കിൽ പോവും. സ്തോത്രം. നല്ല അഭിഷക്തനെ പിടിച്ച് കാരാഗൃഹത്തിൽ പൂട്ടിയെ പ്രാർത്ഥിക്കാൻ മനസ്സിലായിരുന്നെങ്കിൽ എന്നെ എടുക്കുമായിരുന്നു. സ്തോത്രം. നന്നായിട്ട് പ്രസംഗിച്ച് അവനെ എറിഞ്ഞു കൊന്നേ. ശരിക്കുള്ള വിശ്വാസം നിങ്ങൾ, ഞാൻ പറയട്ടെ, പലരുടെയും വിശ്വാസം എനിക്കറിയാം. ഞാൻ അളന്നിട്ടായി പറയുന്നേ. നമ്മൾ എന്താ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രസംഗിക്കാം, മുമ്പിൽ നിൽക്കാം, അതിനപ്പുറം എന്നെ കൊണ്ട് പറ്റുമോ? നമ്മുടെ വിശ്വാസം എങ്ങനെയാ? നമ്മളങ്ങ് തകർന്ന് ഉടഞ്ഞു പോവുക പ്രശ്നം വരുമ്പോ. അങ്ങനെയല്ല. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിലും
പ്രതിസന്ധി വരും. പ്രയോജനപ്പെടുന്നവനെതിരെ കൈ നീട്ടുന്ന കേട്ടോ, പ്രയോജനപ്പെടുന്നവർക്കെതിരെ കൈ നീട്ടുന്നത്. പക്ഷെ തമ്പുരാൻ അനുവദിക്കണം. ഇവിടെ കണ്ടോ, ശൗല് ക്രൂരത്വം നിശ്വസിച്ചുകൊണ്ട് വരിക, എല്ലാം ഇപ്പൊ തകർക്കാൻ അധികാരപത്രം പിടിച്ചോണ്ടാവുന്നത്. എന്നിട്ട് എന്തുവായി? ഞാൻ പറയട്ടെ, ഭാരതത്തിൽ അധികാരപത്രം ഉയർത്തിക്കൊണ്ട് ദൈവസഭയ്ക്കെതിരെ ശബ്ദിച്ചാൽ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവസഭ വിശ്വസിക്കണം. ഇന്ന് ദൈവസഭയ്ക്ക് കരുത്ത് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവസഭയ്ക്ക് കരുത്തില്ല ഇന്ന് പ്രാർത്ഥിക്കാൻ. ദൈവസഭയ്ക്ക് വിശ്വസിക്കാൻ മനസ്സില്ല. ഏത് ഉന്നതനെയും, ഏത് അഹങ്കാരിയെയും, ഏത് വെല്ലുവിളിക്കുന്നവനെയും, ഏത് അധികാര സ്ഥാനത്തിരിക്കുന്നവനെയും വീഴിക്കാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. അവൻ ദൈവം അനുവദിക്കാത്ത പക്ഷം കുതിരപ്പുറത്ത് ഇരിക്കത്തില്ല, അധികാരത്തിൽ അവൻ ഇരിക്കത്തില്ല, അവന്റെ നാവ് ചലിക്കത്തില്ലെന്ന് വിശ്വസിക്കാൻ ദൈവസഭയ്ക്ക് കരുത്ത് വേണം. ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷമുള്ള ഒരു കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. എനിക്ക് അടുത്ത് ആര് ഭരിക്കുമെന്ന് എനിക്ക് എൻ്റെ ഹൃദയത്തിലൊരു ധാരണ ഉണ്ട്, ഞാൻ പറയത്തില്ല. സ്തോത്രം. ആര് ഭരിക്കുന്നു എന്നുള്ള എൻ്റെ പ്രശ്നം, ആര് ഉപദ്രവം ഉണ്ടാക്കും എന്നുള്ള എൻ്റെ പ്രശ്നം. സഭ വിശ്വസിച്ചുകൊണ്ട് യോമരൊക്കെ ആരെ കൊന്നാലും പ്രാർത്ഥിക്കാൻ ആർജവമുള്ളവനെ ഭൂമി വച്ചിരിക്കുന്നത് സഭ മുമ്പോട്ട് പോകാനാ. എന്നെ എടുത്താലും രാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയുടെ അറ്റം വരെ പ്രസംഗിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞെങ്കിൽ പ്രസംഗിക്കപ്പെടും. പക്ഷെ നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കാതെ പ്രതികൂലം കണ്ടിരിക്കരുത്, പ്രശ്നം കണ്ട് തളരരുത്. വീട്ടിനകത്ത് വരുന്ന ഒരു കൊച്ചു പ്രശ്നം, നന്നാ പ്രാർത്ഥിക്കുന്നവനായിരുന്നു ആ കുടുംബത്തിൽ, അവന് തന്നെ ഇത് വന്നല്ലോ എന്നല്ല പറയേണ്ടത്. സ്തോത്രം. അവന് വന്നത് അറിയുന്നൊരു കർത്താവുണ്ട്. നിന്നെ ദൈവം നിർത്തിയിട്ടില്ലേ, ബാക്കി വച്ചിട്ടില്ലേ. നീ മുമ്പോട്ട് കുതിച്ചോളണം, നീ ശക്തിയോടെ പ്രാർത്ഥിച്ചോളണം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലൊരു പ്രശ്നമുണ്ടല്ലേ, എത്ര പേരാണ് എനിക്ക് വേണ്ടി? അങ്ങനെയല്ല ആദ്യം ചോദിക്കേണ്ടത്, എത്ര പേരാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്? എത്ര പേരാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്? അവർ കൈയുയർത്താൻ പറഞ്ഞിട്ട് അതിനകത്ത് ചോദിക്കുന്നത്. കാരണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന എത്ര പേരാണ് ഇതിനകത്തുള്ളത്? നമ്മുടെ പ്രസംഗം അങ്ങ് പ്രാർത്ഥനയെ കുറിച്ച്, ഒരു മനസ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്നൊക്കെ പണിയെടുക്കുന്നത്. പ്രിയരെ, ഞാൻ പറയട്ടെ, ഞാൻ വീണ്ടും പറയും, നമ്മൾ ഒരു ദിവസം ദൈവസന്നിധിയിൽ നിൽക്കത്തില്ല. ഭയങ്കര ഭയത്തോടെ ഞാൻ പറയുന്നത്, ക്രമീകരിക്കണേ. വീഴ്ചകളും താഴ്ചകളും ഒക്കെ വന്നത് തകർച്ച കളയുമായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുമോ? സ്തോത്രം. ഒരു നല്ല തീരുമാനം ഇന്ന് പകലെടുക്കണം. പ്രയോജനമില്ലാത്തവരാകരുത്, പ്രയോജനപ്പെടാത്തവരാകരുത്. നമ്മുടെ വിശ്വാസം അട്ടിമറിക്കാൻ പിശാചിനെ അനുവദിക്കരുത്. ഒരു ചെറിയ സങ്കടം വന്നാൽ ഉടൻ തന്നെ തകരത്തക്ക വേണ്ട. ആമേൻ. സ്തോത്രം. ഒരു വെള്ളത്തിന്റെ കുമിള പോലെ ഇരിക്കുന്ന വിശ്വാസമാണ് നമുക്കെങ്കിൽ നമ്മൾ തോറ്റുപോയി. കരുത്തുള്ള വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകണം. സ്തോത്രം. ദൈവം അനുവദിച്ചിട്ട് സംഭവിക്കുന്നത് മാത്രമേ എൻ്റെ നിന്റെ ജീവിതത്തിലുള്ളൂ, സഭയ്ക്കകത്തുള്ളൂ. സഭ മുമ്പിലേക്ക് പോകണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 10ഉം 11 ഒരേ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നമുക്ക് ടെൻഷൻ ആവും, നമ്മുടെ സമയം തീരുക. 10ഉം 11 ഒരേ കാര്യമാണ്. 12ന്റെ 1 നമ്മൾ കുറിവാക്യം വായിച്ചു, അവിടെയാണ് ഞാൻ എത്തിയേ. സ്തോത്രം. ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ആ കാലത്ത് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ ആ സഭയുടെ ഒരു കണക്ഷൻ മനസ്സിലാകും. പിന്നെ ചരിത്രം കയറി പറഞ്ഞു വന്ന് ഉദ്ദേശിച്ചതല്ല, ഞാൻ പറഞ്ഞത് സ്തോത്രം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് സന്തോഷിക്കാൻ മനസ്സുണ്ട്. തെറ്റിദ്ധരിക്കരുത്, നമ്മളെ പറ്റിക്കരുത്, അതുകൊണ്ട് പറഞ്ഞതാ. ആമേൻ. സ്തോത്രം. ഇപ്പൊ മുക്കിന് ഇരുന്നുകൊണ്ടാ പറയുന്നത് ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറയുന്നുണ്ട്. എന്നെ അറിഞ്ഞിട്ടാണ് അവന്മാർ ഇത് കണ്ണിച്ചോരല്ലാതെ പറയുന്നത്. ഈ പൗലോസൊക്കെ ഈ കുരിശു എടുത്തുകൊണ്ട് നടന്ന് ഈ വിഗ്രഹത്തെയൊക്കെ വണങ്ങുന്ന അതാണോ ശ്ലൈഹിക പാരമ്പര്യം? എനിക്കറിയത്തില്ല. അതാ ബൈബിൾ പഠിച്ചാൽ അങ്ങനെയല്ല. നിങ്ങളത് ഗ്രഹിച്ചോളണം, അതിന്റെ പുറകെ പോകരുത്. അതുകൊണ്ടാ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് നിന്നോളണം. സ്തോത്രം. കർത്താവ് നമ്മളെ ഇങ്ങനെ ആക്കിയതോർത്ത് കർത്താവിനെ സ്തുതിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ പണിയുന്നതോർത്ത്. സ്തോത്രം. 10ഉം 11 അധ്യായത്തിൽ ഒരേ സംഭവമാണ്. 12 അധ്യായം കുറിവാക്യം വായിച്ചു 9 വരെയുള്ള കാര്യം ഞാൻ പറഞ്ഞു. 10ഉം 11 കൊർന്നല്യോസിന്റെ വീടും അവിടെ നടക്കുന്ന അഭിഷേകവും അതേ തുടർന്നുള്ള വിശദീകരണമാണ് 11ാം അധ്യായം. 12ാം അധ്യായം എത്തിയപ്പോൾ ആമേൻ ഹല്ലേലൂയ വല്ലാതെ കണ്ട് ആമേൻ ശത്രു ഇളകി. അതാ കൈ നീട്ടി ഒരുത്തനെ പിടിച്ച് വാളുകൊണ്ട് കൊന്നത്. സഭ വേറെ തലത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ അതൊന്നും എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഒരുത്തനെ കൊന്നു. എന്താ സംഭവം എന്നറിയാമോ? ഞാൻ എന്തു പറയേണ്ടത് 1-2 വാക്കുകളിൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അവസാനിപ്പിക്കുക. എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞതിനകത്ത് ഞാൻ പ്രതീക്ഷിച്ച ഗുണമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, വരുന്ന ആഴ്ചകളിൽ അറിയാം. അതെന്നെ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു. ഇത്രയും മെസ്സേജുകളെല്ലാം ഞങ്ങൾ ഭയങ്കര ഗുണമല്ലേ. പിന്നെ സ്തോത്രം, ഓരോ മെസ്സേജ് കഴിഞ്ഞ് പിറ്റേ ആഴ്ച കേൾക്കുമ്പോൾ ഒരെണ്ണം പോലും കൈവെക്കാനില്ല. ഏത് മെസ്സേജാ പറഞ്ഞേ? എനിക്ക് അവിടെ ഇരുത്തി നോക്കണം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മെസ്സേജ് ഏതാന്ന്. സ്തോത്രം. അങ്ങനെ ആകരുത് കേട്ടോ, അങ്ങനെ ആകരുതേ. ആമേൻ. ഇനി ഒരുപാട് സമയമൊന്നും ഇല്ല.
എനിക്കും സന്തോഷം പൂർണ്ണമാകത്തക്കവണ്ണം കർത്താവ് ചിലത് ചെയ്യുമെന്ന് എൻ്റെ വിശ്വാസം. 2-1 കർത്താവ് ചെയ്യും. സ്തോത്രം. അത്രയൊക്കെ പറയാനുള്ള ഒരു ഉറപ്പ് ഹൃദയത്തിനകത്തുണ്ട്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, 12-ാം അധ്യായത്തിൽ സഭയെ ഹല്ലേലൂയ പിടിച്ചു. സഭയ്ക്കകത്ത് കൈനീട്ടി ഒരുത്തൻ എന്ത് ചെയ്തു? വലിച്ചെടുത്തു. അവനെ തട്ടി. രണ്ടാമത്തവനെ വടിച്ച് അവൻ കാരാഗ്രഹത്തിനകത്തിട്ട്. എന്തിനാ? വാള് രാകുക. സ്തോത്രം. കൊല്ലാൻ വേണ്ടിയിട്ടാ. എന്തോ പ്രശ്നമെന്നറിയോ ഇതിനകത്തുള്ള പ്രശ്നം? അത് ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും 11-ാം അധ്യായത്തിൽ വാസ്തവത്തിൽ ഇത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പറയാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ കിടന്ന ചിന്ത ഇത് മാത്രമാണ്. 11-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ നമ്മളെ സഭ, അങ്ങനെയാണ് ഞാൻ പറയും, നമ്മുടെ സഭയല്ലേ ഇത്? ദൈവത്തിൻ്റെ സഭയെ പക്ഷേ നമുക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട, അങ്ങനെ നിങ്ങൾ എണ്ണുന്ന എൻ്റെ വിശ്വാസം. സ്തോത്രം. ഞാൻ അല്ലാതെ ഒളിച്ചോടി ഒന്നും ഇരിക്കുന്നവരൊന്നും ഇതിനകത്തില്ലല്ലോ. ആരാധിക്കാൻ വന്നവരില്ലയോ? എന്ത് ചോദിച്ചാലും അതിനകത്തൊക്കെ ഒരു അർത്ഥമുണ്ട്. ആ ചോദ്യത്തിനകത്തൊക്കെ നിങ്ങൾക്ക് പിടികിട്ടത്തില്ല, സമയമെടുക്കും. ഇനി ഒന്ന് പോസ്റ്റ് നോക്കും. സ്തോത്രം. അപ്പോൾ പിടികിട്ടും. 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എഴുതിക്കുന്നുണ്ടോ? ജാതികളും വചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. സ്തോത്രം. നമ്മളിവിടെ നിൽക്കുമ്പോൾ ബിൽ പാസ് പ്രസംഗിക്കുന്നത്, എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ, ഞാൻ ശാന്തമായിട്ട് പറയാം. ആമേൻ. ജാതികൾ വചനം കേട്ടാൽ ആർക്ക് പ്രശ്നമോ? അയ്യോ, പിശാചിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന, ഈ ദേശത്തിൽ ആരെങ്കിലും വചനം കേട്ട് ആരെങ്കിലും സ്നാനപ്പെട്ടെങ്കിൽ അപ്പം ചിന്തിച്ചോളണം, മറ്റവൻ ഇരുക്കപ്പൊറുതി മുട്ടും, അവൻ കൈ നീട്ടും. സ്തോത്രം. പിശാച് എന്ത് ചെയ്യും? കൈ നീട്ടും. സ്തോത്രം. ജാതികൾ വചനം കേട്ടതാ ഭയങ്കരമായിട്ടുള്ള 1-ാമത്തെ പ്രശ്നം. യാക്കോബിനെ കൊണ്ടങ്ങ് ഇളകും കേട്ടോ, ഭയങ്കരമായിട്ട്. ഈ ഒരു സീസണാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ ഒരു ടൈമാ ഈ പറയുന്നത്. നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കുന്നവരും അറിയുന്നവരും ഗ്രഹിക്കുക. ഈ ഒരു സമയം പ്രയോജനപ്പെടുന്നവനെ പിടിക്കുക എന്ന ശത്രുവിൻ്റെ ശക്തമായ ഒരു അജണ്ട ഉണ്ടെന്ന് തിരിച്ചറിയണം. അതിവിടെ മാത്രമല്ല, നമ്മുടെ ഭാരത സഭയ്ക്കകത്തും പ്രയോജനപ്പെടുന്ന പ്രാർത്ഥിക്കുന്നവനെ പിടിക്കുക എന്നുള്ള ഒരു അജണ്ടയുണ്ട്. ഇതൊരു വെളിപ്പാടായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം നിങ്ങൾ വിളിച്ചിട്ട് കാര്യമുണ്ടോ? സ്തോത്രം. നിലവിളിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. അടുത്ത പത്രോസ് അതിൻ്റെ ഹല്ലേലൂയ 5-ാമത്തെ വാക്യം 2-3 കാര്യങ്ങൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു, അല്ലെങ്കിൽ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്നുള്ളത്. സ്തോത്രം. ഞാൻ ഒന്ന് ആ വാക്യം മാത്രം ചൂണ്ടിക്കാണിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആമേൻ. സഭ ഇങ്ങനെ ഹല്ലേലൂയ എപ്പോഴൊക്കെ ശക്തമായ കുതിപ്പ് നടത്തുമോ അപ്പോഴൊക്കെ ശത്രു ചലിക്കുന്നത് കാണാം. ഇവിടെ ഹല്ലേലൂയ ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ കൈ നീട്ടിയതല്ല, നീട്ടിച്ചതാണ്. ആ മനുഷ്യനെ കൊണ്ട് നീട്ടിക്കുന്നതാണ്. സ്തോത്രം. ഒരിക്കലും മനുഷ്യൻ ചെയ്യുന്നതല്ല, മനുഷ്യനെ കൊണ്ട് പിശാച് ചെയ്യിക്കുന്നതാണ്. നീ ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ മനുഷ്യനെ കൊണ്ട് പിശാച് ചെയ്യിക്കുന്നതാണ്. നീ നന്നായി ശുശ്രൂഷിക്കുമ്പോൾ നിനക്കെതിരെ ചെയ്യിക്കുന്നതാണെന്ന് തിരിച്ചറിയുക. അത് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഗൗരവത്തോടെ എടുക്കണം. ആമേൻ. സ്തോത്രം. അതിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് വിശദീകരിക്കുക. എന്തോ വിശദീകരണം എന്ന് പറഞ്ഞാൽ, കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകാനുണ്ടായ സാഹചര്യമാണ്. കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ ജാതികളാ. എന്നെ ശ്രദ്ധിക്കണേ, ജാതികളാ. അവരോട് മിണ്ടിക്കൂടാ, അവരോട് സംസാരിച്ചുകൂടാ. ഇന്ന് നമുക്ക് അതുണ്ടെങ്കിൽ പൊളിച്ചു കളയണം. സ്തോത്രം. അന്നേരം ദൈവം ഒരു ദർശനം കൊടുത്തു. ഒരു തുപ്പട്ടി ഇറങ്ങി എല്ലാ ഹല്ലേലൂയ പാമ്പും പഴുതാരയും എല്ലാ അശുദ്ധ മൃഗങ്ങളും നല്ല മൃഗങ്ങളെ കൊണ്ട് ഒരു ദർശനം കൊടുത്തു. അറുത്ത് തിന്നാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു തിന്നത്തില്ല. കർത്താവ് പറഞ്ഞു തിന്നണം നീ. ആമേൻ. സ്തോത്രം. അപ്പൊ പത്രോസ് വിശദീകരിക്കുക, ഞാനിത് കൊണ്ട് സംശയിച്ച് ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം 4 പേര് വന്ന് എന്നെ വിളിച്ചു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആ ഭാഗം നിങ്ങൾക്കറിയാം, വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. സ്തോത്രം. അവിടെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അതിന്റെ 12-ാം വാക്യം എത്തുമ്പോൾ ആമേൻ സ്തോത്രം, ഞാൻ ഹല്ലേലൂയ 12-ാം വാക്യം, ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ഈ 6 സഹോദരന്മാരും എന്നോടുകൂടെ പോയി. എന്തോ ദർശനം കൊടുത്തിട്ട് പറഞ്ഞത്, കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് വചനം പ്രസംഗിക്കണം. അപ്പൊ വചനം പ്രസംഗിച്ചപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ ഇളകി, നീ എന്തിനാ യോമാരുടെ അടുത്ത് ചെന്ന് അതൊന്നും നമ്മൾ ചെയ്തുകൂടല്ലോ. പത്രോസ് പറഞ്ഞു, അങ്ങനെയല്ല, എല്ലാവരെയും സ്വീകരിക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞു. ആരെയും തള്ളിക്കളയുന്നവനല്ല എൻ്റെ യേശു എന്ന വെളിപ്പാട് എനിക്ക് ഹൃദയത്തിൽ തന്നു. ദൈവസഭയ്ക്ക് അത് കിട്ടണം. സ്തോത്രം. അവൻ ഹല്ലേലൂയ ഈ വെളിപ്പാടും കൊണ്ട് ഇറങ്ങിയപ്പോൾ 6 സഹോദരന്മാർ കൂടെ ഇറങ്ങി. സ്തോത്രം. പത്രോസിന്റെ അമ്മ പെറ്റതല്ല അത്. പത്രോസിന്റെ അമ്മ പ്രസവിച്ച സഹോദരന്മാരല്ല. പക്ഷെ ഒരു ദർശനം കിട്ടിയപ്പോൾ 6 പേര് കൂടെ ആ ദർശനത്തിന്റെ പുറകെ ഇറങ്ങി. എൻ്റെ ചോദ്യം അതാ, അതുകൊണ്ടാണ് ഞാനത് വായിപ്പിച്ചേ. അതിന്റെ ദർശനം നിനക്കല്ലേ ദർശനം കിട്ടിയ, നീ സ്വപ്നം കണ്ട നീ ചെന്ന് പറ എന്നല്ല. പത്രോസ് പറ, ഈ 6 പേര് എൻ്റെ കൂടെ വന്നു. 6 പേര് ചെന്ന് പ്രസംഗിച്ചു. അവിടെ പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ കൊർന്നല്യോസിന്റെ ഭവനം മുഴുവൻ പ്രസംഗം കേട്ടു. ആമേൻ. കൊർന്നല്യോസ് വീട്ടിലുള്ളവരെ കൂട്ടിയിരുന്നു. 10-ാം അധ്യായം നമുക്കറിയാം. കൊർന്നല്യോസ് ഭക്തനാണ്, ദൈവത്തെ ഹല്ലേലൂയ സേവിക്കുന്നവനാണ്. ആമേൻ. ദശാംശം കൊടുക്കുന്നവനാണ്, എല്ലാ നന്മയും ചെയ്യുന്നവനാണ്. അവന് പ്രസംഗം കേൾക്കേണ്ട സ്നാനപ്പെടേണ്ട ആവശ്യമില്ലെന്ന് ഇന്നത്തെ ഭക്തന്മാർ പറയും. പക്ഷേ യേശു പറഞ്ഞു, നീ പ്രസംഗം കേൾക്കണം, നീ സ്നാനപ്പെടണം. കുടുംബം മുഴുവൻ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. സ്തോത്രം. ഇവിടെ വളരെ ശ്രദ്ധിക്കണേ. ഇവിടെ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത വിഷയം, ജാതികൾ എന്ത് ചെയ്തു?
വചനം കേട്ടു. ഞാനിത് പറയുമ്പോൾ ഞങ്ങൾ ഹാലലുയ അടുത്തൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ ചെന്നിട്ട് വണ്ടിയിൽ ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോവാ. അന്നേരം ഹാലലുയ ആ ദൈവദാസൻ പറയുക, പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ ഈ ഇടയ്ക്ക് ഒരു കറുത്ത കുടുംബം വന്നു. കറുത്ത വർഗം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കറുത്ത വർഗം, അല്ലാതെ നീഗ്രം അല്ല. കേരളത്തിലുണ്ടല്ലോ, ഇവിടെ നമ്മൾ പല നിറത്തിലല്ലയോ. അവർ കമ്മിറ്റി കൂടി തീരുമാനിച്ചു ഇവര് നമുക്ക് വേണ്ട, ഇവര് നമ്മുടെ സഭയിൽ വേണ്ട. അവർ പറഞ്ഞ വാക്ക് അയാൾ പറഞ്ഞപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു പോയി. കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് അവിടെ പാസ്റ്ററോട് ഉൾപ്പെടെ ചോദിച്ചു, നമ്മൾ ഈ വെളുത്തവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ ദൈവം അനുഗ്രഹിച്ചെന്നൊരു സഭയല്ലേ ഇത്, ഇവരിരിക്കണം, ഇവർക്ക് അടുത്തൊരു സഭയുണ്ടല്ലോ അവിടെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ കമ്മിറ്റി കൂടി അവരെ വേറെ സഭയിൽ പറഞ്ഞു വിട്ടെന്ന്. കേരളത്തിനകത്ത് അവന്റെ അകത്ത് എന്ത് അഭിഷേകമാണ് കിടക്കുന്നത്, ആ പാസ്റ്ററകത്ത് എന്ത് അഭിഷേകമാണ്, ആ വിശ്വാസികൾ എന്ത് അന്യഭാഷ പറയുന്നത് എനിക്ക് അറിയത്തില്ല. സ്തോത്രം, മനസ്സിലാവുന്നോ? അപ്പൊ ഇതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അത് ഗൗരവമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല സഭയ്ക്കെതിരെ ഉപദ്രവം വരുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഉപദ്രവമില്ല, അതിനകത്തോട്ട് ആരും കയ്യിൽ നീട്ടത്തില്ല. സ്തോത്രം, വെടിപ്പോടെ ഇരിക്കാം. പക്ഷേ ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവസഭ മനസ്സിലാക്കണം. ഇതിനകത്ത് വന്നിരുന്നിട്ട് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്ന് പറഞ്ഞ ജാതിയും കള്ളറും ഇതൊന്നും പറയരുത്. ക്രിസ്തുവിലൊന്നായിരിക്കണം. ഒരു അറപ്പ്, ഒരു വെറുപ്പൊക്കെ വരുമ്പോ തിരിച്ചറിഞ്ഞുള്ള നീ ദൈവ പൈതലല്ല. ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാ. പഴയത് കഴിഞ്ഞു. പഴയത് കഴിഞ്ഞില്ലെങ്കിൽ നീ പുതിയ സൃഷ്ടി ആയില്ല, നീ ക്രിസ്തുവിലായില്ല. സ്തോത്രം. പുതിയ സൃഷ്ടി ആയെങ്കിൽ പഴയത് കഴിയണം. ഭയങ്കര ഗൗരവമാ. പത്രോസ് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ദൈവം പറഞ്ഞു പറ്റണം. സ്തോത്രം. ആ ദൂത് ഏറ്റെടുത്ത് ചെന്ന് പ്രസംഗിച്ചപ്പോ വചനം കേട്ട് മുഴുവനും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആദിയിൽ എന്ന പോലെ അവിടെ എഴുതിയിരിക്കുന്നു, പ്രസംഗിച്ചു തുടങ്ങിയപ്പോ പരിശുദ്ധാത്മാവ് വന്നു. അതൊക്കെ നമ്മുടെ സഭയിൽ സംഭവിക്കണം, അല്ലേ? വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. അയ്യോ, ഈ അപ്പോസ്തലന്മാർ ചെന്ന് മറ്റൊരു ഭാഗത്ത് ഞാനത് വിട്ടുപോയതാ കേട്ടോ. അവരെല്ലാരും അവരെ പുകഴ്ത്തി പോന്നു. സഭ മൊത്തം ദൈവദാസന്മാര് പുകഴ്ത്തി പോന്നു. എന്നെ പുകഴ്ത്തണ്ട കേട്ടോ, എങ്കിലും മനസ്സിലൊരു പുകഴ്ച ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഒരു ആശ. ഞാൻ വായിച്ചപ്പോൾ കൊതിച്ചു. നമ്മളെയാണെങ്കിൽ പുകഴ്ത്തൽ കണ്ട പലരും പറഞ്ഞറിയും, നിന്നെ ഇന്നാള് പുകഴ്ത്തി കേട്ടോന്ന്. സ്തോത്രം. സ്വർഗത്തിലെ നിശബ്ദത പോലെ ഇന്ന് മൊത്തം ഇവിടെ. എനിക്കറിയത്തില്ല കർത്താവ്, ഇത് എന്താ സഭ വളരണോ പിളരണോ, എന്തിനാണ് ദൈവമായിരിക്കുന്നത് എനിക്കറിയത്തില്ല. ശ്രദ്ധിച്ചേ, അവർ ഹല്ലേലൂയ ഒരു മനസ്സോടെ ആ ജനം വചനം കേൾക്കാനിരുന്നു. കൊർന്നല്യോസ് അടുത്തുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടിയിരുത്തി പത്രോസിനോട് പറയുക, നീ വന്നത് ഉപകാരം. സ്തോത്രം. കർത്താവിന് ഞങ്ങളോട് പറയാനുള്ളത് കേൾക്കാനിരിക്കുക. പറഞ്ഞാട്ടെ. പത്രോസ് എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, സ്തോത്രം, കർത്താവ് കൊടുത്ത വചനം പറഞ്ഞു, കേട്ട സകല എണ്ണത്തിന്റെ മേലും അഭിഷേകം. സ്തോത്രം. നമ്മൾ ഇതിനകത്ത് വരുന്ന വരവ് കാണുമ്പോഴേ ആ പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് ഒരൊറ്റ പോക്കുണ്ട്. കൂടെ ദൂതന്മാരുണ്ടെങ്കിൽ തോമസ് കുട്ടി വിട്ടോടാന്ന് പറഞ്ഞുകൊണ്ട് അതുങ്ങളെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് വമ്പ. കാരണം കയറി വരുന്ന വരവ് കാണുമ്പോഴേ ഇത് ഈ ചുമ്മാ ചലിക്കത്തില്ലല്ലോ, പരിശുദ്ധാത്മാവ് ചുമ്മാ ചലിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ്. പക്ഷെ യഥാർത്ഥമാണെങ്കിൽ വചനം കേട്ട് പ്രസംഗിച്ചു തുടങ്ങിയപ്പോ അഭിഷേകം ഇറങ്ങിയെന്ന്. സ്തോത്രം. ഒന്ന് നേരാം വണ്ണം വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സോടെയൊക്കെ നിൽക്കാൻ തയ്യാറ്. ഈ സന്ദേശം മതിയെന്ന് ഇതിനകത്തിരിക്കുന്ന സകലരും ദൈവശക്തിയാൽ നിറയാൻ, ഈ മെസ്സേജ് മതി ദൈവ സാന്നിധ്യത്താൽ നിറയാൻ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കൊതിയോടെ വരണേ, ദൈവവചനമൊക്കെ കേൾക്കാൻ. നമുക്ക് വരുമ്പോഴേ ആശങ്ക, ഇന്ന് എന്തുമായിരിക്കും. സ്തോത്രം. എന്തായാലും നമ്മളെക്കുറിച്ച് തന്നെയാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. അതങ്ങ് ഏറ്റെടുക്കണം കേട്ടോ. സ്തോത്രം. സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ. ഇനി ഇനി സമയമില്ല കേട്ടോ. അതുകൊണ്ട് 26-ാമത്തെ വാക്യം 11:26. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. ആദ്യം അന്ത്യോക്യയിൽ വെച്ച്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചാർജുള്ള ആരും ഇല്ല ഇന്ന് ഇതിനകത്ത്. ഇവിടെ ഇപ്പൊ സഭയ്ക്കൊരു പേരായി, ഇവർക്കൊരു പേരില്ല. ഇവരിങ്ങനെ അടിയും ഇടിയൊക്കെ കൊണ്ട് നടക്കുന്നു. തിരക്കിട്ട് ശുശ്രൂഷയും വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കൊരു പേരില്ല. ഇപ്പൊ പെട്ടെന്ന് അവരെ ആ ജനമെല്ലാം കൂടെ റിക്വസ്റ്റ് എഴുതി കൊടുത്തിട്ടല്ല, എല്ലാവരും നിങ്ങളൊരു പേര് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടല്ല, ഒരു പേരുണ്ടായി. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്, നമ്മൾ കുറച്ച് ദിവസം 4 വർഷം കൊണ്ട് ഇവിടെ ആരാധിക്കുന്നു, 4 വർഷം കൊണ്ട് ആരാധിച്ച് ഒക്കെ വരുന്നെങ്കിൽ നമ്മളൊരു പേര് ഇവിടെ ഇട്ടിട്ടുണ്ട്, ഒരു പേരൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമുക്കറിയാം. സ്തോത്രം. അതും ശരിക്കും വായിക്കാൻ എനിക്ക് പോലും അറിയത്തില്ല. ഇതിനകത്തും അങ്ങനെ അറിഞ്ഞുകൂടാത്തവർ കാണും. സ്തോത്രം. എന്ത് ആ പേരാ തന്നത്, അതൊക്കെ ചരിത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ദൈവത്തിനെന്തോ വലിയ പദ്ധതി ഉണ്ടെന്ന്. സ്തോത്രം. ഇങ്ങനെ ഹല്ലേലൂയ. ഈ പേരല്ല, ദേശത്തിൽ ഒരു പേര്. ഒന്നാമത് ദേശത്തിൽ തിരിച്ചറിഞ്ഞു, ശത്രു തിരിച്ചറിഞ്ഞു ജാതികൾ വചനം കൈക്കൊള്ളാൻ തുടങ്ങിയെന്ന്. ആര് നിമിത്തം? നമ്മളിപ്പോ ഇനി അങ്ങ് അന്ത്യോക്യയിലെ സഭയിൽ പോകണ്ട, ഇവിടെ നിന്നാ മതി.
അപ്പം നമ്മളിവിടെ വന്നില്ലയോ? കുറച്ച് ഉപവാസവും കയ്യടിയും പാട്ടൊക്കെ പ്രാർത്ഥനയായിട്ട് എല്ലാവരും കൂടെ നിന്നില്ലയോ? കൂടെ വന്നപ്പോൾ ജാതികൾ എന്ത് ചെയ്തു? അതാർക്ക് പിടിച്ചില്ല. അപ്പം ഇപ്പം ഇനി ഇതിനകത്ത് ആരെങ്കിലും പിടിക്കണം, പ്രയോജനപ്പെടുന്നവനെ പിടിക്കണം. ആ കാലത്ത് അതാ നമ്മളെ മെസ്സേജ്. ഇങ്ങോട്ട് വന്നപ്പോൾ, അടുത്ത് വന്നപ്പോൾ ജാതികൾ ആത്മശക്തിയിൽ നിറയുക. വന്നവൻ പരിശുദ്ധാത്മ വക്രൈസ്തവനും വന്ന അഭിഷേകത്താൽ നിറയുക. പിശാചിന് ഈ പിടിച്ചാൽ കിട്ടുമോ? പറ്റത്തില്ല. സ്തോത്രം. അത് കഴിഞ്ഞ് വന്നപ്പോൾ സഭയ്ക്ക് ഇപ്പോൾ പേരുമായി. ഇതൊന്നും ക്ലച്ച് പിടിക്കത്തില്ലെന്ന് പറഞ്ഞ ഇടത്ത് പേരായി. അത് നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നതല്ല. പറിച്ചു മാറ്റാൻ പറ്റാത്ത നിലയിൽ ഒരു ശക്തിയായി ദൈവസഭ മാറി. ആമേൻ. സ്തോത്രം. ഇനി ഞാൻ ബാക്കി പറയുന്നില്ല. ഈ കാലത്ത് ഇവ എന്ത് ചെയ്തു? സഭയ്ക്കകത്തോട്ട് കൈനീട്ടി. തിരിച്ചറിഞ്ഞോളണം, ഈ സമയത്ത് കൈനീട്ടി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം 2024 3-ാം മാസത്തിൻ്റെ ആദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? 3-ാം മാസം എത്തുമ്പോൾ നമ്മൾ സഭയുടെ അന്തരീക്ഷം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മയക്കാം. 2-3 ആഴ്ച കൊണ്ട് നമ്മളൊരു ചലനമറ്റതുപോലെ പോകുന്നില്ലയോ? കുറേ വാഗ്ദത്വങ്ങളൊക്കെ കഴിഞ്ഞ ഉപവാസത്തിലൊക്കെ വീഴുന്നില്ലേ? നമ്മൾ കൊട്ടി ഘോഷിച്ചെടുത്ത് നിന്നില്ലേ? അതിനെ ഒന്ന് പൊളിക്കണ്ടേ പിശാചിന്? അപ്പൊ ആദ്യം ആർക്ക് നേരെ കൈനീട്ടും? സ്തോത്രം. അപ്പൊ കൈനീട്ടിട്ട് പിടിക്കാൻ കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ നിൽക്കുന്നേ. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കത്തില്ല. സ്തോത്രം. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ഇവിടെ അഭിഷക്തന്മാർ നിൽക്കുന്നത് പ്രാർത്ഥന ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞേ. ഇപ്പൊ ആരെങ്കിലും പിടിക്കണം, ഇതിനെ ഒന്ന് പൊളിക്കണം. യാക്കോബിനെ കൊന്നു, പിടിച്ച് പത്രോസിനകത്താക്കി. അവിടെ സഭ എന്ത് ചെയ്തു? എങ്ങനെ പ്രാർത്ഥിച്ചു? 2 വാക്ക് അവിടെ ഉണ്ട്. സ്തോത്രം. ശ്രദ്ധയോടും നിലവിളിയോടും പ്രാർത്ഥിച്ചു. സഭ എങ്ങനെ പ്രാർത്ഥിച്ചു? ശ്രദ്ധയോടും നിലവിളിയോടും. സ്തോത്രം. ആമേൻ. ഏക മനസ്സോടും നിലവിളിയോടും പ്രാർത്ഥിച്ചു. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഈ അപ്പോസ്തല പ്രവൃത്തി കിടക്കുന്ന മുഴുവൻ വാക്കും ഇതാ. ഞാൻ പറയട്ടെ, നിലവിളിച്ചാൽ മാത്രം മറുപടി കിട്ടത്തില്ല. ഒരു മനസ്സോടെ നിലവിളിച്ചാൽ മറുപടി ഉണ്ടാകും. എത്ര ഒച്ച എടുത്താലും മറുപടി വരത്തില്ല. ഒരു മനസ്സോടെ ഒച്ച എടുക്കണം. ആമേൻ. സ്തോത്രം. അവിടെ ആമേൻ. സ്തോത്രം. നമ്മൾ വായിച്ച ദൂത് നമുക്കറിയാം. ആ കാലത്ത് ഹെരോദാവ് യാക്കോബിനെ പിടിച്ചു കൊന്നു, പത്രോസിനെ. നിങ്ങൾ ശ്രദ്ധിച്ച്, അതേ കാലത്ത്, ആ കാലത്ത് തന്നെ ദൈവസഭ ശക്തിയോടെ പ്രാർത്ഥിച്ചു. പ്രതികൂല കാലാവസ്ഥയിലും സഭ എന്ത് ചെയ്യണം? ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ എന്തു സംഭവിച്ചു? അതേ കാലത്ത് ശത്രു ഉപദ്രവം അഴിച്ചുവിട്ട അതേ കാലത്ത്, കൈനീട്ടി പിടിച്ച അതേ കാലത്ത് സ്വർഗത്തിലെ ദൈവം ദൂതനെ ഇറക്കി. അതേ കാലത്ത്. അപ്പൊ ഞാൻ ഈ പറയുന്നത് വളരെ ഞാൻ ആത്മാവിൽ ചിന്തിച്ച വചനമല്ലേ ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിൽ ആ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങളുടെ അകത്ത് ആവേശം വരാത്തതുകൊണ്ട് എനിക്ക് പ്രയാസമുണ്ട്. സ്തോത്രം. അതേ കാലത്ത് തന്നെ ദൈവം എന്ത് ചെയ്തു? ദൂതനെ ഇറക്കി. ഒരു വശത്ത് ശത്രു കൈ. അതാ ഞാൻ പറഞ്ഞ, ദൈവം സഭയെ കൈവിട്ട ചരിത്രമില്ല. നിങ്ങൾ ചിന്തിക്കരുത് സഭയെ കൈവിട്ടെന്ന്. ഒരിക്കലും കൈവിടത്തില്ല. നിന്നെ കൈവിട്ടെന്ന് ചിന്തിക്കരുത്. പ്രതികൂലത്തിൽ ദൈവം കൈവിട്ടു എന്ന് ചിന്തിക്കരുത്. അത് തെറ്റാണ്. പ്രശ്നം വരുമ്പോൾ കൈവിട്ടു എന്ന് ചിന്തിക്കരുത്. സ്തോത്രം. അതുകൊണ്ടാണ് ചിലതൊക്കെ കാണുമ്പോൾ മൗനമായിട്ടിരിക്കുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒരു വശത്ത് അവൻ ഹല്ലേലൂയ വാള് കൊണ്ട് ഒരുത്തനെ കൊന്നു, മറുവശത്ത് പിടിച്ച് ഹല്ലേലൂയ അകത്തിട്ടു. പക്ഷെ പ്രാർത്ഥിക്കാൻ ഒരു സഭ ഒരുങ്ങി. പ്രാർത്ഥിക്കാൻ സഭ ഒരുങ്ങിയപ്പോൾ സ്വർഗം ദൂതനെ ഇറക്കി കാരാഗ്രഹത്തിൽ. സ്തോത്രം. അതേ സീസണിലാണ്, അല്ലെങ്കിൽ ഹെരോദാവ് ഏത് കാലത്താണ് സഭയെ ഉപദ്രവിച്ച് ഒരുത്തനെ കൊന്ന് അടുത്തവനെ കൊല്ലാൻ ഹല്ലേലൂയ പദ്ധതിയിട്ടത്? അവനെ സഭ പ്രാർത്ഥിക്കാതിരുന്ന ഒരുപക്ഷെ പത്രോസിനെ കൊല്ലും. പത്രോസിനെ കൊന്നാൽ അടുത്തവനെ പിടിക്കും. അടുത്തവനെ പിടിച്ചേച്ച് അടുത്തവനെ കൊല്ലും. അതാ ശത്രുവിന്റെ പദ്ധതി. പക്ഷെ സഭ ശ്രദ്ധയോടെ നിലവിളിയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ ഇറങ്ങി. ഏത് കാലത്താ? ഏറ്റവും പീഡ അനുഭവിച്ച അതേ കാലത്ത് തന്നെ. ഞാൻ പറയട്ടെ, അവിടെ നടന്ന സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. യാക്കോബിന്റെ തല പോകുക മാത്രമല്ല നടന്നത്. ദൂതൻ ഇറങ്ങി കാരാഗ്രഹത്തിന്റെ 1-ാം കാവലും 2-ാം കാവലും ഇരുമ്പ് വാതിലും തുറന്നുകൊണ്ട് ഭക്തനെ പുറത്തെടുത്തതും അതേ കാലത്ത് തന്നെയായിരുന്നു. സ്തോത്രം. ഒരേ കാലത്ത് നടന്ന 2 സംഭവമാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞത്. ദൈവസഭയോട് ഞാൻ പറയട്ടെ, എത്ര ഗൗരവ പറഞ്ഞാലും ഇതിന്റെ അപ്പുറം നിങ്ങളുടെ അകത്ത് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലായവർ തിരിച്ചറിഞ്ഞു, ഇതൊരു പ്രതികൂല സീസണിലാണ്, പ്രതികൂലത്തിന്റെ നടുവിലാണ്, പ്രശ്നത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ആ പ്രശ്നത്തിൽ നീയും ഞാനും പ്രാർത്ഥിക്കാൻ മനസ്സോട് കാണിച്ചാൽ, ഒരു മനസ്സോടെ നിൽക്കേണ്ടും വണ്ണം നിന്നാൽ, ആ പ്രശ്നത്തിന്റെ സമയത്ത് തന്നെ ദൈവത്തിന്റെ അത്ഭുതം കാണാനും ദൈവം കൃപ ചെയ്യും. ദൈവത്തിന്റെ അതിശയം കാണാൻ ദൈവം കൃപ ചെയ്യും. പ്രതികൂലം കണ്ട് മൗനമായി ഇരിക്കുകയല്ല ദൈവ സഭയെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ പ്രതികൂലത്തിലും വലിയ വിടുതലുണ്ട്.
ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഈ പ്രതികൂലത്തിലും വലിയ വിടുതലുണ്ട്. ഈ പ്രതികൂലത്തിന്റെ നടുവിലും വലിയ വിടുതലുണ്ട്. ശത്രു പ്രബലപ്പെട്ടിരിക്കുന്ന ഈ സീസണിലും ദൈവത്തിന്റെ വലിയ വിടുതൽ സംഭവിക്കുക. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇവിടെയാണ് നമ്മൾ ഉണരേണ്ടത്, ഇവിടെയാണ് നമ്മൾ കരമടിക്കേണ്ടത്, ഇവിടെയാണ് ആരാധിക്കേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. പ്രതികൂലം മാത്രം കാണാൻ പറ്റുന്ന ഒരു സമയമല്ല ഇത്. ഇവിടെ തന്നെ ദൈവത്തിന്റെ അത്ഭുതവും ദൈവം നിന്നെ കാണിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സന്ദേശത്തിനകത്ത് നിന്ന് മറ്റൊരു ഓഫർ നിങ്ങൾക്ക് തരാനില്ല. ദൈവസഭ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. ഞാനും നീയും ആത്മാവിൽ പ്രാർത്ഥിക്കണം. അതിന് തീരുമാനം തയ്യാറെടുപ്പുമുണ്ടെങ്കിൽ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് ആമേൻ. ഏറ്റവും പ്രതികൂലത്തിന്റെ നടുവിൽ പ്രാർത്ഥിച്ച ദൈവസഭ അത്ഭുതം കണ്ടതുപോലെ തകർക്കാൻ ശ്രമിച്ച ശത്രുവിനെ തകർത്ത് ദൈവസഭ നീയും ഞാനും മുൻപിലേക്ക് പോകും. നമ്മളാണ് ദൈവത്തിന്റെ സഭ. അത് ഹല്ലേലൂയ ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ എവിടെയൊക്കെയോ ഞാൻ പറഞ്ഞല്ലോ പിന്മാറ്റങ്ങൾ, തകരാറുകൾ എവിടെയൊക്കെയോ ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു മനസ്സില്ലാത്ത അനുഭവങ്ങൾ, സഭയെ ശ്രദ്ധിക്കാത്ത അനുഭവങ്ങൾ, ലാഘവത്തോടെ കാണുന്ന അനുഭവങ്ങൾ, എന്ത് സംഭവിച്ചാലും എനിക്കൊരു ഒന്നുമില്ല എന്ന ചിന്തകൾ, എനിക്ക് എൻ്റെ സന്തോഷം, എൻ്റെ ആനന്ദം, എൻ്റെ സൗഖ്യം, എൻ്റെ സുഖം, അങ്ങനെ സ്വാർത്ഥതയുള്ള അനുഭവത്തിൽ നിന്ന് ഞങ്ങളെന്ന ഒരു ചിന്തയിലേക്ക് കയറി. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് 2 നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് നാം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് ആമേൻ മുമ്പിലേക്ക് പോകണം. നാം ഒരുമിച്ച് നിന്നാൽ വലിയ കാര്യങ്ങൾ നടക്കും. ഈ ദൂത് ഏറ്റെടുത്തവനെ അഭിഷേകം ചെയ്യാതിരിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല, അവനെ പ്രയോജനപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥന കൂട്ടട്ടെ, പ്രാർത്ഥിക്കാത്തവർ പ്രാർത്ഥനയിൽ സഹകരിക്കട്ടെ. ദൈവസഭയുടെ കാര്യങ്ങളിൽ വ്യാപൃതരാകട്ടെ. ഈ ദൂത് കേട്ടിട്ട് പുറകിലേക്കല്ല, മുമ്പിലേക്ക് തന്നെ ഓടാൻ സർവശക്തൻ സഹായിക്കട്ടെ. സമർപ്പിക്കുന്നവർ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞേ, കർത്താവേ ഞാൻ ഹല്ലേലൂയ നിഷ്ക്രിയനായിരിക്കുന്നു, അത് പാടില്ല, ഈ വചനത്തിന് മുമ്പാകെ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ളവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ.